ഏവർക്കും നമസ്കാരം. മുൻ രാഷ്ട്രപതിയും മിസൈൽ ടെക്നോളജിയുടെ പിതാവും എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുകയുണ്ടായി: സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ ചിന്തകളായി മാറും, ചിന്തകൾ പ്രവൃത്തിയിലേക്കും നയിക്കും. KRLC-BC എഡ്യൂക്കേഷണൽ മിനിസ്ട്രി കണ്ട സ്വപ്നം നമ്മൾ 512 നേതാക്കളിലൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ റോമൻ കത്തോലിക്ക സമൂഹത്തിനും അഭിമാനിക്കാൻ ഏറെ സന്തോഷത്തോടെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ട്രെയിനിങ് അക്കാദമിയുടെ 2ാമത്തെ ബാച്ചിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടില്ല. ഈ ചടങ്ങിന്റെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി റജ പോളിനെ സഹൃദയം ക്ഷണിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് എന്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏറെ പ്രത്യേകമായി ഇന്നത്തെ സെക്ഷൻ നയിക്കുന്ന സ്നേഹമുള്ള ഗ്രിഗറി അച്ഛനെ സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അച്ഛനെ ശക്തിപ്പെടുത്തണമേ. കൂടാതെ KRLC-BC പബ്ലിക് സ്പീക്കിംഗ് ആനിമേറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ആത്മീയ വരദാനങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അവിടുത്തെ വിജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. നന്ദി ശ്രീ റജ പോൾ. നല്ല തുടക്കം വിജയത്തിന്റെ പാതിയാണ്. ഇന്ത്യയും സൗഹൃദത്തിന്റെയും ഭാഷയെ സ്വാഗതം ചെയ്യാൻ ശ്രീ ജസ്റ്റിൻ MA സാറിനെ സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈശോയിൽ എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവേ, ബഹുമാന്യരായ വൈദികരെ, ഏറ്റവും പ്രിയപ്പെട്ട അൽമായ നേതാക്കളെ, ഈ ഗ്രൂപ്പിലുള്ള പഠിതാക്കളെ, നമുക്കറിയാം ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ജനങ്ങളെ അഭിമുഖീകരിച്ച് അവരോട് സംസാരിക്കുക എന്നത്. ഏകദേശം 2 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തത വന്നു കഴിഞ്ഞു. അസൈൻമെന്റുകൾ പൂർത്തിയാക്കാത്ത ഒത്തിരി ആളുകളുണ്ട് എന്നെനിക്കറിയാം. എല്ലാവരെയും ഈ അസൈൻമെന്റുകൾ പൂർത്തിയാക്കുന്നതിനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുമ്പോൾ KRLC-BCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്ന ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ KRLC-BC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഫാദർ അഭിലാഷ് ഗ്രിഗറി അച്ഛനെയും സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ക്ലാസുകൾ നയിക്കുന്നത് ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ ഡീനായിരിക്കുകയും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ള ബഹുമാന്യനായ ഗ്രിഗറി അച്ഛനാണ്. അച്ഛൻ്റെ ക്ലാസുകൾ വളരെ ലളിതവും സുന്ദരവുമാണ്. അച്ഛനെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KRLC-BCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അസോസിയേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജെയ്സൺ ആദംപള്ളി സാറിനെയും KRLC-BC പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് അക്കാദമിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന, പ്രത്യേകിച്ച് ടിപ്സുകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുന്ന ജൂലിയൻ ജെയിംസ് സാറിനെയും ഏറ്റവും സ്നേഹപൂർവം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ആനിമേറ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ കോർഡിനേറ്റേഴ്സ് എന്നിവരെയും
ഈ യോഗത്തിലേക്ക് പ്രത്യേകമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ക്ലാസുകൾ ധാരാളമായി പതിക്കട്ടെ, അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ശ്രീ ജസ്റ്റിൻ സർ. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കരുത്. ഓരോ അറിവും പുതിയ ലോകമാണ്. ശില്പി തന്റെ മികച്ച ശില്പത്തെ വാർത്തെടുക്കാൻ പരിശ്രമിക്കുന്നത് പോലെ നമ്മെ ലക്ഷ്യബോധമുള്ള നേതാക്കളും മികച്ച പ്രാസംഗികരുമായി വാർത്തെടുക്കാൻ നമുക്ക് ആവേശവും ഊർജവും പകർന്നു നൽകാൻ വിവിധ തരം പ്രസംഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പുത്തൻ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ഡീൻ ഫാദർ ഗ്രിഗറി RB അച്ഛനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു സന്ധ്യയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വിവിധ തരം പ്രസംഗങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു കാര്യമാണ് ഈ MC-യുടെ പ്രധാനപ്പെട്ട റോൾ. അപ്പൊ ആദ്യം MC-യുടെ റോൾ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. MC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ മിക്കവാറും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ യോഗങ്ങൾ നടത്താൻ വേണ്ടി MC സാധാരണമായി മാറിയിട്ടുണ്ട്. എല്ലാ യോഗങ്ങളിലും MC-മാർ സർവ്വസാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MC ആയിരിക്കുക എന്നുള്ളതൊരു കലയാണ്. എല്ലാവർക്കും അത് സ്വയമേവ സ്വായത്തമാകണമെന്നില്ല, അത് ആർജിച്ചെടുക്കേണ്ട ഒരു കലയാണ്. അപ്പൊ എന്നിരുന്നാലും ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു MC-യുടെ ദൗത്യം എന്താണെന്ന് ചുരുക്കത്തിൽ പറയാം. ഒരു യോഗത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ഒരു MC എന്ന് പറയുന്നത്. മാസ്റ്റർ ഓഫ് സെറമണീസ് എന്നാണ് അതിന്റെ ഫുൾ രൂപം. മലയാളത്തിൽ നമ്മൾ അങ്ങനെ MC എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ മലയാളത്തിന് പ്രത്യേക രൂപം പറയുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് MC എന്ന് തന്നെ പറഞ്ഞ് നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലത്. യോഗത്തിന്റെ ആദ്യന്തം നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് MC എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും യോഗം ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിന്റെ പൊതുവായ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും യോഗത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ MC എന്ന് പറയുന്നത്. അപ്പൊ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷം വളരെ സജ്ജീയമാക്കുക, പ്രസംഗകരെയും അതുപോലെ തന്നെ പ്രസംഗ വിഷയങ്ങളെയും ഒന്ന് പൊതുവായിട്ട് മനസ്സിലാക്കി അത് പറയാൻ കഴിവുള്ളവരായിരിക്കണം. അല്ലാതെ യോഗത്തെക്കുറിച്ച് അറിവ് ഉള്ളവരായിരിക്കണം ഇതിൽ MC-കളായിട്ട് വരേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്താനും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും കഴിയുന്ന ഒരു കഴിവുണ്ടാകണം. അപ്പൊ ആ രീതിയിൽ ആളുകളെ ക്ഷണിക്കുക, വിഷയം മുൻകൂട്ടി പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് MC-ആണ്. മൂന്നാമത് പ്രധാനമായിട്ടുള്ളത് സമയം കൃത്യമായിട്ട് പരിപാലിക്കേണ്ടത് MC-യുടെ ജോലിയാണ്. അപ്പൊ നമ്മളൊരു യോഗം നടക്കുന്ന സമയത്ത് എത്ര സമയമാണ് യോഗം നടക്കേണ്ടതിനെ കുറിച്ചൊരു ധാരണയുണ്ടാകും. ആ ധാരണയ്ക്കുള്ളിൽ യോഗം തീർക്കണം. അപ്പൊ ഇന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സർക്കാരിന്റെ യോഗമായിരുന്നാലും ഏത് യോഗമായിരുന്നാലും വളരെ കൃത്യമായിട്ട് മിനിറ്റുകൾ തയ്യാറായി കൊടുക്കും. ഇത്ര മിനിറ്റാണ് ഉദ്ഘാടനം പ്രസംഗിക്കേണ്ടത്, ഇത്ര മിനിറ്റാണ് അധ്യക്ഷം പ്രസംഗിക്കേണ്ടത്, ഇത്ര മിനിറ്റാണ് അതിന്റെ ആശംസ പറയുന്ന ആൾ പ്രസംഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ നിജപ്പെടുത്തിയിരിക്കും. അതനുസരിച്ചായിരിക്കണം പ്രസംഗിക്കേണ്ടത്. അപ്പം ഈ MC ഈ സമയത്തെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടായിരിക്കുകയും ആ വ്യക്തത മുൻകൂട്ടി പ്രസംഗകരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അഥവാ അധികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. നേരത്തെ പറഞ്ഞ സമയമായി നോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ സൂചന നൽകുകയോ ചെയ്തുകൊണ്ട് അത് നിർത്തിക്കുക. അപ്പൊ അങ്ങനെ ആ സമയം ബന്ധിതമായിട്ട് ഒരു യോഗത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി ആ MC എന്ന് പറയുന്ന ആള് ബാധ്യസ്ഥരാണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലാണ് സമയം ഇരിക്കുന്നത്. അപ്പൊ മിക്കവാറും ചില സമയങ്ങളിൽ പലപ്പോഴൊക്കെ നമ്മള് ഈ ആരെങ്കിലും വിശിഷ്ട അതിഥിയെ വിളിക്കുമ്പോഴും അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കുന്നത് ഇന്ന് സാധാരണഗതിയിൽ ആരും അംഗീകരിക്കത്തില്ല. പണ്ടൊക്കെ അങ്ങനെ ഓരോരുത്തർ വന്നതിന് പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് യോഗം നടക്കുമ്പോൾ തന്നെയാണ് അച്ഛൻ ഇത്ര സമയമാണുള്ളതെന്നൊന്ന് പറയുക, അല്ലെങ്കിൽ വിശിഷ്ട അതിഥികളായിട്ടുള്ളവരെ ഒന്ന് അറിയിക്കുക എത്ര സമയമാണ് അച്ഛൻ അല്ലെങ്കിൽ യോഗത്തില് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകൾക്കുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലെങ്കിൽ യോഗം കാട് കയറി പോകും. ഇന്ന് പഴയതുപോലെ ആൾക്കാർക്ക് അങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളായില്ല. അപ്പൊ സമയം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ സമയത്തെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം MC-ക്കാണ്. നാലാമത് സദസ്യരുടെ പങ്കാളിത്ത ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ വേണ്ടി MC-ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക്
ഒരു പ്രസംഗം കഴിഞ്ഞ് അടുത്തേക്ക് കടക്കുമ്പോൾ ഒന്ന് ആ ഒരു ട്യൂണിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനും, ആളുകൾ മടുത്തിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഉത്സാഹഭരിതരാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് തമാശകളൊക്കെ പറഞ്ഞ് ആ യോഗത്തെ കൂടുതൽ സജീവമാക്കുവാൻ വേണ്ടി ഈ MC-ക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ MC ആണ് വാസ്തവത്തിൽ ഈ യോഗത്തെ ചൂടുള്ളതാക്കി മാറ്റുന്നത്, ഉണർവുള്ളതാക്കി മാറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ MC സജീവമായി പ്രവർത്തിക്കുക. അഞ്ചാമത് പ്രശ്നങ്ങൾ പരിഹരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ടെക്നിക്കൽ പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഏറ്റിരുന്ന ആള് കൃത്യസമയത്ത് വന്നില്ല എന്ന് വരാം. ചില സമയത്ത് അതങ്ങനെയൊക്കെ ഉണ്ടാകും, ചിലപ്പം വൈകി വരുന്ന സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള കഴിവ് MC-ക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ വേദിയിൽ ഇരിക്കുന്നവർക്കും കണ്ടിരിക്കുന്നവർക്കും ആസ്വാദികരമായിട്ട് യോഗം തീരുള്ളൂ. ചില സമയത്ത് ഒരു മുഷുവായിട്ട് തോന്നും, ഒരാൾ വന്നില്ല, പിന്നെ അടുത്ത് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഒരു പ്രസംഗം വന്നില്ല, അതിന് പകരം എന്താ ചെയ്യേണ്ടത്, അതൊക്കെ ഉടനെ കൽക്കൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. അപ്പൊ അത് ചെയ്താൽ യോഗം അഭംഗുരം തുറന്നുകൊണ്ട് പോകും. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഇനി മൈക്കിന് പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ വ്യക്തമായിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റ് പോയി, ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് വേണ്ടവരെ ധരിപ്പിക്കുവാനും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി മുൻകൈ എടുക്കട്ടെ. അയാൾക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷെ വേണ്ടപ്പെട്ടവരടുത്തൊക്കെ പറഞ്ഞ ഉടനെ അത് പരിഹാരം കണ്ടെത്താനും വരാത്ത ആള് വന്നുവെന്ന്, പ്രസംഗമെല്ലാം വന്നുവെന്ന് ഉറപ്പാക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ വ്യക്തിക്ക് കൂടുതൽ ബോധ്യം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകേണ്ടതും ഈ MC-യുടെ ജോലിയാണ്. അതുപോലെ തന്നെ ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നത് ആസ്വാദികരമായിരിക്കും. ഓരോരുത്തരും പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു സെന്റൻസിലോ 2 3 സെന്റൻസിൽ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഒരു നന്ദിയുടേതായ ഒരു വാക്ക് പറഞ്ഞ് അടുത്ത ആളിലേക്ക് വിളിക്കുമ്പോൾ അല്പം കൂടെ ഒരു ബന്ധം ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടും ബന്ധിപ്പിച്ചുകൊണ്ടും പറയുന്നത് നന്നായിരിക്കാം. അപ്പൊ ഒരു മീറ്റിങ്ങിന് പ്രധാനമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്, ഒരു സംയോജിപ്പിക്കുന്ന ആളാണ് ഒരു MC എന്ന് പറയാം. അപ്പൊ യോഗത്തിന്റെ സംയോജകൻ അല്ലെങ്കിൽ സംയോജക ആണ് ഒരു MC എന്ന രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കാടുകയറി പറയാനും പാടില്ല, മിതമായിട്ട് സംസാരിക്കുകയും ചെയ്യണം. അതേസമയം യോഗത്തിന്റെ പവിത്രത നിലനിർത്തുവാൻ വേണ്ടി കാര്യക്ഷമമായ രീതിയിൽ ഒരുക്കമുള്ള വ്യക്തിയാകുകയും ചെയ്യണം. അപ്പൊ ആ രീതിയിലാകുമ്പോൾ MC-ക്ക് എല്ലാവരുടെയും പ്രീതി കിട്ടുന്നതിന് കാരണമായിട്ട് മാറും. അടുത്തത് നമ്മൾ കാണുന്നത് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗം എന്നല്ല, ചില ആൾക്കാർ അറിയാതെ പറഞ്ഞുകൊണ്ട് സ്വഗതം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പറയുന്നതാണ്. അതല്ല, സ്വാഗതം എന്ന് തന്നെ പറയണം. സ്വാഗത പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നവരെയും സദസ്യരെയും പൊതുവായിട്ട് സ്വാഗതം ചെയ്തു പോകുന്നതിനെയാണ് സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മീറ്റിങ്ങിന് അടിസ്ഥാനപരമായി അതിനെ സജ്ജമാക്കുകയാണ്, വേദി സജ്ജമാക്കുകയാണ് ഈ സ്വാഗത പ്രസംഗത്തിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഗതം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മീറ്റിങ്ങിനെ കുറിച്ച് ഒരു 1 2 സെൻസ് പറഞ്ഞ് ആളുകളെ സ്വാഗതം ചെയ്യുക. സ്വാഗതം ചെയ്യുമ്പോൾ അരോചകമാകുന്ന രീതിയിൽ നീട്ടി പ്രസംഗിക്കാതിരിക്കുക. ചില ആളുകളൊക്കെ സ്വാഗതത്തിന്റെ പേരിൽ വന്ന് ഒരുപാട് സമയം കൈയടക്കി വേദിയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പാടില്ല. വളരെ ലളിതമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ പറയേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാഗതം പറയുന്നതായിരിക്കും നല്ലത്. വിശിഷ്ടാതിഥികളെ അറിയാവുന്ന ആളായിരിക്കണം, യോഗത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്ന ആളായിരിക്കണം. കാരണം മിക്കവാറൊക്കെ ഈ സ്വാഗതം പറയേണ്ടത് ആ യോഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ യോഗത്തിന്റെ പ്രവർത്തനവുമായിട്ട് സംഘാടകവുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കണം. ഈ യോഗത്തിന്റെ സംഘാടകത്വത്തിൽ ഉള്ള ഭാരവാഹികളായിരിക്കും സ്വാഗതം പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ യോഗത്തെക്കുറിച്ചൊരു മൊത്തം ധാരണയുണ്ടാകും. ആ ധാരണയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരാൾ എന്നതിനേക്കാൾ അവർ എപ്പോഴും ഉള്ളിലുള്ള ആളായിരിക്കും സ്വാഗതം പറയുന്നത് നന്നായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾ കാര്യങ്ങൾ അറിയാം, കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. ആരാണ് അധ്യക്ഷൻ, ആരാണ് ഉദ്ഘാടകൻ, ആരാണ് അനുഗ്രഹ പ്രഭാഷകർ, ആരാണ് ആശംസാ പ്രസംഗകർ, ആരാണ് കൃതജ്ഞത പറയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാകണം. ചെറിയ ഓഡിയൻസ് ആണെങ്കിൽ ഈ സ്വാഗതം പറയുന്ന ആൾക്കാർക്കും കൃതജ്ഞത പറഞ്ഞ ആൾക്കാർക്കും വേദിയിൽ തന്നെ ഇരിപ്പിടം ഒരുക്കാവുന്നതാണ്, നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന രീതികളൊക്കെ ഒഴിവാക്കണം. ഒരു യോഗം നടക്കുന്ന സമയത്ത് അവരുടെ പവിത്രത കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബൻസ് ആയിട്ട്, ചില യോഗങ്ങളിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഞാൻ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കം പായുന്നു, ഇറങ്ങി നടക്കുന്നു, ഒരാളത്ത് പോയി ചോദിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. വളരെ കൃത്യമായ രീതിയിൽ യോഗം നടക്കുവാൻ ഉതകുന്ന രീതിയിൽ ഒരുപക്ഷെ വലിയ സദസ് അല്ലെങ്കിൽ സ്വാഗതം പറയുന്ന ആളുകൾക്കും കൃതജ്ഞ പറയുന്ന ആൾക്കാർക്കും വേദിയിൽ ഇരിപ്പിടം എടുക്കണമെങ്കിൽ നല്ലത് തന്നെയായിരിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അമിതമായ രീതിയിൽ നടക്കുകയും പോവുകയും വരികയും ചെയ്യുന്ന കാര്യങ്ങൾ ഈ വേദിയിൽ ഉണ്ടാകാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഈ അവസരം പറയുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അഭിവാദനം ചെയ്യുക. അപ്പൊ അയാൾ അഭിവാദനം ചെയ്യുന്നു, പിന്നെ ആളുകളെ പരിചയപ്പെടുത്തുന്നു, മീറ്റിംഗിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നു.
അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ ചില സമയത്ത് ചില യോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പറയേണ്ടത് വരും. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ചായ സൽക്കാരം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നോട്ട് എടുക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചുണ്ടെങ്കിൽ അതോ, എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അതോ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാകേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. യോഗാനന്തരവുമായിട്ട് ബന്ധപ്പെട്ട്, യോഗവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ഈ സ്വാഗത പ്രസംഗന്റെ ജോലിയാണ്. ഇടയ്ക്കിടയ്ക്ക് മറ്റാൾക്കാരൊന്ന് പറയുന്നതല്ല, അതൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പറയും. അപ്പൊ യോഗത്തിൽ പറയുന്നതിന് കൃത്യത ഉണ്ടാകണം. കൃത്യതയോടുകൂടി പറയത്തക്ക രീതിയിലുള്ള ഒരു നിർദ്ദേശം ഈ സ്വാഗതം. അപ്പൊ ഈ സ്വാഗതം പറയുന്ന ആളും MC തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകും. എങ്കിൽ മാത്രമേ വളരെ കൃത്യമായിട്ടും വളരെ പ്രശ്നമൊന്നുമില്ലാതെയും യോഗത്തെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി അടുത്തത് നമ്മൾ യോഗത്തിൽ വരുന്നത് അധ്യക്ഷ പ്രസംഗമാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്നത്. സന്തുലിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആയിട്ട് പറയാൻ കഴിവുള്ളതായിരിക്കണം. ഗൗരവത്തോടു കൂടി പറയണം. അനൗപചാരികമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കാം അധ്യക്ഷ പ്രസംഗത്തിന് നല്ലത്. കാര്യപ്രസക്തമായ രീതിയിൽ വിഷയത്തെ അവതരിപ്പിച്ചു പോകണം. ആ യോഗത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എന്തിനാണ് യോഗം നടക്കുന്നതിനെ കുറിച്ചും എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഉണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സംഘാടകര് അധ്യക്ഷന് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട ഗ്രഹപാഠവും നേരത്തെ കൊടുക്കണം. അല്ലാതെ ആ സമയത്ത് ഒന്ന് എന്തെങ്കിലും പറയാന്നുള്ളതല്ല. പലപ്പോഴൊക്കെ ഈ അധ്യക്ഷന് വന്നിരിക്കുന്ന ആള് പിന്നെ വേറെ അന്യനാകുന്ന ആളാകുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ശ്രേഷ്ഠരായ ഒരാളെ വിളിക്കുമെങ്കിൽ തന്നെയും അയാളെ നേരിട്ടൊന്ന് കണ്ട് ബോധ്യപ്പെടുത്തി എന്താണ് അതിനെക്കുറിച്ചുള്ളതിനെക്കുറിച്ച് വ്യക്തത കൊടുത്ത് മാത്രം അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യപ്രസിദ്ധമായ രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ കഴിയണം. അതുപോലെ തന്നെ വേദിയിലുള്ളവരെ ആരൊക്കെയാണെന്ന് നേരത്തെ അദ്ദേഹത്തോട് അറിയിക്കണം. അതനുസരിച്ച് അദ്ദേഹം അവരെ കൂടെ സൂചിപ്പിക്കണം. ഒരു വിഭാഗത്തെയും പിന്താങ്ങിയോ പിന്തള്ളിയോ പറയാൻ പാടില്ല. ഇപ്പൊ യോഗത്തിലിരിക്കുന്ന ആളുകള് ചിലപ്പം പങ്കെടുക്കുന്ന ആളുകൾ പല സ്വഭാവത്തിലും പല രീതിയിലും പല സംസ്കാരത്തിലും വ്യത്യസ്ത തലത്തിലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഒന്നിനെ ഉയർത്തി പറയുകയും മറ്റതിനെ ഉയർത്തി പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. എല്ലാവരെയും സമഭാവനയോട് കൂടി കണ്ടുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അധ്യക്ഷന് കഴിയണം. ആത്മവിശ്വാസത്തോടു കൂടി പറയുക, പക്വമായ രീതിയിൽ സംസാരിക്കുക, ഗൗരവബോധത്തോടു കൂടി പറയുക. ചില ആളുകൾ വന്ന് പറയാറുണ്ട്, എന്താണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ എന്തെങ്കിലും പറയുന്നതിൽ കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറയരുത്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, ഞാൻ അടുക്കും ചിട്ടയും ഇല്ലാതെ ചിതറിയ ചില ചിന്തകൾ പറയുകയാണ്. അതൊക്കെ പ്രസംഗത്തിന്റെ ആധികാരികത നഷ്ടപ്പെടുന്നതാണ്. ഒരു പക്ഷെ നിങ്ങൾ നല്ലോണം ഒരുങ്ങിലായിരിക്കും, എന്നിരുന്നാൽ അങ്ങനെ ഞാൻ അടുക്കും ചിട്ടയും ഇല്ലാതെ ചില കാര്യങ്ങൾ ചിതറിയ ചിന്തകൾ പറയുന്നു എന്നൊക്കെ പറയുന്നത് പ്രസംഗത്തിന് ഭൂഷണമല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതുപോലെ തന്നെ ക്ഷമാപണത്തോടു കൂടി പറയാതിരിക്കുക. നിങ്ങൾ ഒരു പക്ഷെ വൈകിയായിരുന്നാലും കുഴപ്പമില്ല, അത് പിന്നെ ആളുകൾ അതിനെക്കുറിച്ച് ഗൗനിക്കാതെ നിങ്ങൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ ഗൗനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വൈകിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂചിപ്പിക്കാം. പക്ഷെ അതിലേക്ക് കൂടുതൽ സമയം കളഞ്ഞ് ക്ഷമാപണം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതെ ഗൗരവമായ രീതിയിൽ എന്താണോ പറയേണ്ടത് അത് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ നിങ്ങളാണ് ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ആള്, യോഗത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അധ്യക്ഷന്റെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഈ യോഗമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ചർച്ചകളെ നിയന്ത്രിക്കുവാനും ക്രമപ്പെടുത്തുവാനും ശരിയായ ദിശയിൽ കൊണ്ടുപോകുവാൻ അധ്യക്ഷന് കഴിയണം. അല്ലെങ്കിൽ ആ യോഗം അലങ്കോലപ്പെടുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ നേരെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ആശയങ്ങളെ ശരിയായ രീതിയിൽ ക്രമവൽക്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടാകണം. പല ആശയങ്ങൾ വരുമ്പോഴും അതിനെ ഒരു ദിശയിൽ കൊണ്ടുപോകാൻ തക്ക രീതിയിൽ അതിനെ ക്രാന്തദർശിത്വത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളായിരിക്കണം അധ്യക്ഷൻ. അപ്പൊ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചില യോഗങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാലോ യോഗം നടക്കുന്ന സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കത്തക്ക രീതിയിലുള്ള ആളുകളെ ആയിരിക്കാം യോഗത്തിന്റെ ഇതായിട്ട് സംഘാടക ഈ അധ്യക്ഷനായിട്ട് നിർത്തേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ എന്താണോ പരിപാടി, ആ പരിപാടിയെ കുറിച്ച് ഒരു റിപ്പോർട്ടിങ്ങും അതിന്റെ ഒരു മിനിറ്റ്സും ഒക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പം ചില യോഗങ്ങൾ കഴിഞ്ഞ യോഗത്തിന് തുടർച്ചയായിട്ടായിരിക്കും. അപ്പൊ അതിന്റെ മിനിറ്റ്സ് പാസ്സാക്കുന്നത് എപ്പോഴും ഈ അധ്യക്ഷനാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഏതൊരു യോഗത്തിലും മുൻ നടപടികളുടെ അടിസ്ഥാനത്തിൽ തുടർ യോഗമാണെങ്കിൽ ഒരു മിനിറ്റ്സ് ഉണ്ടാകും, ഒരു റിപ്പോർട്ട് ഉണ്ടാകും. മിനിറ്റ്സ് എന്ന് പറയുന്നത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ സംക്ഷിപ്ത രൂപമാണ്. അപ്പൊ യോഗത്തിന് മിക്കവാറും റിപ്പോർട്ടായിട്ട് ആയിരിക്കും അവതരിപ്പിക്കുന്നത്, അല്ലാതെ മിനിറ്റ്സ് ആയിരിക്കത്തില്ല. ഇപ്പൊ മിനിറ്റ്സ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഒന്ന് നോക്കാൻ റെഫർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ടിനെ പാസ്സാക്കണം. പാസ്സാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെയെങ്കിലും ഒരു പിന്താങ്ങൽ വേണം. ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്യണേ, പറഞ്ഞതെല്ലാം ശരിയാണ്, ഈ വായിച്ചതിൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഒരാൾ അതിനെക്കുറിച്ച് പിന്താങ്ങി പറയണം.
അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരാൾ പറയണം. അങ്ങനെ രണ്ടുപേരെങ്കിലും പിന്താങ്ങുമ്പോൾ മാത്രമേ യോഗത്തിലെ അധ്യക്ഷന് ആ യോഗ നടപടികളുടെ റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ റിപ്പോർട്ട് കൂടി ഉള്ളതാണെങ്കിൽ ഈ തുടർ യോഗങ്ങളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ യോഗത്തിലും ഉണ്ടാകണം നിർബന്ധമില്ല. നമ്മുടെ സാധാരണഗതിയിൽ നടക്കുന്ന ഔദ്യോഗികമായ പരിപാടികളൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള അധ്യക്ഷന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി അടുത്തത് ഉദ്ഘാടക പ്രസംഗകനാണ്. ഉദ്ഘാടക പ്രസംഗം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നതിന്റെ ശൈലി ഒഫീഷ്യലാണ്, സീരിയസ് ആണ്, വളരെ ഗൗരവമുള്ളതാണ്, ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരിക്കണം ഈ ഉദ്ഘാടക പ്രസംഗം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും വേദിയിരിക്കുന്നവരെ പരാമർശിക്കണം. അവരുടെ ഔന്നത്യം അനുസരിച്ച് അവരുടെ പേരുകളും അവരുടെ തസ്തികകളും പറഞ്ഞു പോകുന്നത് നല്ലതാണ്. ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്. പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഉള്ളടക്കങ്ങളും ആശയങ്ങളും. ഇനി സ്വാഭാവികമായിട്ടും അതിനെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ സംഘാടകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്രമുണ്ടെങ്കിൽ ചിലപ്പോൾ ഉദ്ഘാടനം വിളിക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ. അപ്പൊ ആ ഒരു കാര്യം പറയാം. ഞാൻ ഈ സംഘടനയുമായിട്ട് ഔപചാരികമായിട്ട് പല രീതിയിലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. നിങ്ങൾ ആ ഒരു നമ്മുടെ ആ പ്രസ്ഥാനമായിട്ടോ ആ വേദിയുമായിട്ടുള്ള ബന്ധം പാരമ്പര്യമൊക്കെ പറയാം. അതോടൊപ്പം തന്നെ എപ്പോഴും ഭാവിയെക്കുറിച്ചൊരു സൂചന നൽകിക്കൊണ്ട് ഭാവിയിലേക്ക് നയിക്കുന്ന നല്ല കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ പറയുന്ന ഒന്നായിരിക്കാം. വെല്ലുവിളികൾ നൽകുന്നതിനും കുഴപ്പമില്ല. വെല്ലുവിളി ഉയർത്തിയിട്ട് അതിനെ പരിഹാരം നിർദ്ദേശിച്ച് ഐക്യത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരിക്കാം അധ്യക്ഷ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടത്. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെ ചൂണ്ടിക്കാണിക്കണം. ഇതൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവാവുന്നതാണ്. അപ്പൊ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും ഉത്തരവാദിത്തങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ഉദ്ഘാടന പ്രസംഗം ചെയ്യുകയാണെങ്കിൽ ആ വേദിയെ കൈയടക്കുന്നതിന് ഈ ഉദ്ഘാടന പ്രസംഗത്തിന് കഴിയും. ഉദ്ഘാടന പ്രസംഗം അധികമായിട്ട് നീട്ടിക്കൊണ്ടു പോകാത്ത രീതിയിൽ ക്രമപ്പെടുത്തണം. അതിനുള്ള സമയം നിശ്ചയിക്കണം. ഒരു മണിക്കൂർ നടക്കുന്ന യോഗത്തിലാണെങ്കിൽ അരമണിക്കൂർ ഉദ്ഘാടനത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കും ദൂരം നിന്ന് വരുന്ന ആളുകളെല്ലാം അതിനോട് അധിക സമയം കൊടുക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നിശ്ചയപ്പെടുത്തുക. അധ്യക്ഷന് നമ്മൾ 10 മിനിറ്റ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഉദ്ഘാടനം 20 മിനിറ്റ് കൊടുക്കാം. പിന്നെ 10 മിനിറ്റ് വെച്ചോ അല്ലെങ്കിൽ 7 മിനിറ്റ് വെച്ചോ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം കൊടുക്കാം. 5 മിനിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആശംസാ പ്രസംഗങ്ങൾക്ക് കൊടുക്കാം. പിന്നെ 3 മുതൽ 5 വരെ മിനിറ്റ് വെച്ച് കൃതജ്ഞതയ്ക്ക് സ്വാഗതം കൊടുക്കാം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു യോഗം തീർക്കാൻ പറ്റും. 1 മണിക്കൂർ കൂടുതൽ യോഗം നീട്ടിക്കൊണ്ടു പോകുന്നത് സാധാരണഗതിയിൽ നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും യോഗം 1 മണിക്കൂർ തന്നെ തീരത്തക്ക രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പൊ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുക്കുകയും അതിന് വരുന്ന ആളുകൾക്ക് സമയം നേരത്തെ കൊടുത്തുകൊണ്ട് അത് സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഉദ്ഘാടനം ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിരി കത്തിക്കൽ എന്നുള്ള പരിപാടിയുണ്ട്. ഇപ്പൊ നമ്മള് സഭാ സംബന്ധമായിട്ട് നമ്മള് നിലവിളക്കുകൾ കത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പൊതുവേദികൾ നിലവിളക്കുകൾ കത്തിക്കാറുണ്ട്. നിലവിളക്കുകൾ കത്തിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പ്രസംഗിച്ചിട്ട് ഈ നിലവിളക്ക് കത്തിക്കുന്നത് അത്ര ഭംഗിയല്ല. കാരണം ആദ്യം യോഗത്തില് പ്രകാശം പരത്തിയിട്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ആശയം പറയുന്നതായിരിക്കാം യോഗത്തിൽ അല്പം കൂടെ നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അനുവർത്തിച്ചിരിക്കുന്ന ശീലം അതാണ്. ആദ്യം തിരി കത്തിക്കുന്നു, തിരി കത്തിച്ചതിന് ശേഷം പ്രസംഗം പറയുന്നു, എന്നിട്ട് അത് ഉദ്ഘാടന ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് സമാപിപ്പിക്കുന്നു. അങ്ങനെയാണ് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്. അപ്പൊ അത് മറ്റത് ചെയ്താലും കുഴപ്പമില്ല. എന്നിരുന്നാലും അതായിരിക്കാം ഇപ്പം ആദ്യം കത്തിക്കുന്നതായിരിക്കാം അല്പം കൂടെ ഭംഗി നിറഞ്ഞത്. അപ്പൊ ആരാണ് തിരി കത്തിക്കേണ്ടത്, എത്ര തിരികളുണ്ട് എന്നൊക്കെ നേരത്തെ നിശ്ചയിക്കുകയും അത് അനുസരിച്ച് അവരെ അറിയിക്കുകയും ചെയ്യണം. ആരൊക്കെയാണ് തിരി കത്തിക്കേണ്ടത്. അപ്പം ഒരു നിലവിളക്കിലെ സാധാരണ 5 മുതൽ 7 വരെ തിരികൾ കാണും. അപ്പൊ ആ തിരികളുള്ള സമയത്ത് ആ തിരികൾ ആരൊക്കെയാണ് കത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം. അപ്പൊ മിക്കവാറും എല്ലാവരും ഈ ഒരുപാട് പേരുണ്ടെങ്കിൽ വന്ന് തള്ളിയൊക്കെ നിൽക്കും ക്യാമറയിൽ വരാൻ വേണ്ടി. അപ്പൊ അതൊക്കെ ഒന്ന് നേരെ ശ്രദ്ധിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പടം എടുക്കുവാനും അങ്ങനെയുള്ള ഒരു സംവിധാനമൊക്കെ അറേഞ്ച് ചെയ്യുക. അപ്പൊ ആ രീതിയിലായിരിക്കണം ഈ നിലവിളക്ക് ക്രമീകരിക്കേണ്ടത്. പിന്നെ നിലവിളക്ക് വേണമെന്നില്ല, നമുക്ക് ഇവിടെ സഭാസംബന്ധമായി പള്ളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരി കത്തിച്ചുകൊണ്ട് തുടങ്ങാം. പള്ളിയിൽ അല്ലെങ്കിൽ മാത്രമേ നിലവിളക്ക് ഉപയോഗിക്കാവൂ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഉദ്ഘാടന പ്രസംഗം ക്രമപ്പെടുത്തുക. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ബെനഡിക്ട് പ്രസംഗം. ഇതുപോലെ തന്നെയാണ്. ബെനഡിക്ടറി പ്രസംഗം കൂടുതലും, അല്ലെങ്കിൽ നമ്മൾ കീനോട്ട് അഡ്രസ് എന്ന് പറയും. കീനോട്ട് അഡ്രസ് എന്ന് പറയുന്നത് ബെനഡിക്ട് പ്രസംഗമൊക്കെ ഏകദേശം ഒരേ ദിശയിലുള്ളതാണ്. അതായിരിക്കാം മിക്കവാറും വലിയ യോഗങ്ങളാണെങ്കിൽ അതിലായിരിക്കും പ്രാധാന്യം വരുന്നത്. അപ്പൊ മിക്കവാറും അങ്ങനെയുള്ള സമയം വരുമ്പം ഒത്തിരി അധികം സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ പ്രസംഗം എല്ലാവരും കേട്ട് മുഷിഞ്ഞാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം
കീനോട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അധ്യക്ഷനും മറ്റു ഉദ്ഘാടനമൊക്കെ അവിടെ ഇരുന്ന് അവരുടെ നീണ്ട ഈ കീനോട്ട് അഡ്രസ് കേട്ട ശേഷം മുഷീർ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് അതിനുശേഷം ഇവരെ വിശിഷ്ടാതികളെ താഴേക്ക് ഇരുത്തിയതിനു ശേഷം നമുക്ക് പ്രധാനപ്പെട്ട പ്രബന്ധാവതാരെ അല്ലെങ്കിൽ പ്രസംഗാവതാരക വിളിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ അവിടെ ഇരുന്ന് തന്നെ കീനോട്ട് വരുമ്പോൾ ഒത്തിരിയധികം പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് നോക്കുക, യോഗത്തിന്റെ സാഹചര്യം അനുസരിച്ച് എന്താണോ നല്ലത് നോക്കുക. പിന്നെ ഉള്ളത് ആശംസാ പ്രസംഗമാണ്. ആശംസാ പ്രസംഗം സ്വാഭാവികമായിട്ടും സ്നേഹപൂർവ്വം പ്രശംസാപൂർവ്വം നടത്താൻ വേണ്ടി ശ്രമിക്കുക. ആഘോഷപരവും പോസിറ്റീവുമായിട്ട് നടത്തണം. ഒരു പ്ലസന്റ് ആയിരിക്കും എപ്പോഴും. ആശംസ അർപ്പിക്കുകയാണ് വന്നിരിക്കുന്നത്, അതായത് ആരോഗ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പൊ ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കാം നല്ലത്. ആശംസാ പ്രസംഗം എപ്പോഴും വ്യക്തിപരവും ആകർഷകവുമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ടും ആശയ കേന്ദ്രീകൃതമായിട്ടും പറയാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്കിൽ ഈ പ്രസംഗം കൂടുതൽ ചാരുതയുള്ളതായിട്ട് മാറുകയുള്ളൂ. ആത്മാർത്ഥമായിരിക്കണം. അമിതമായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ കൊണ്ട് സങ്കീർണമാകാത്ത രീതിയിൽ ആശംസ പറയാൻ വേണ്ടി ശ്രമിക്കുക. കുറ്റങ്ങൾ പറഞ്ഞ് പോകുന്ന രീതി ഒഴിവാക്കുക ആശംസകൾക്ക്. ഇപ്പൊ ഉള്ളടക്കം പ്രധാനമായിട്ടും ആമുഖം, അഭിവാദ്യം, അത് കഴിഞ്ഞിട്ട് അഭിനന്ദനം. എന്താണോ ആ ആശംസയുടെ സാഹചര്യം എന്താണോ അതിന് ബന്ധപ്പെട്ട ആളുകളെ അഭിനന്ദിക്കുക. നേട്ടങ്ങൾ സാഹചര്യങ്ങളുടെ യോഗമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പിന്നെ ആളുകളായിക്കൊള്ളട്ടെ, എന്താണോ ആ ഒരു സാഹചര്യം അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തു പറയുക. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ വ്യക്തിപരമായ ഗുണപരാമർശങ്ങൾ നടത്തുക. ഭാവിക്ക് വേണ്ടിയുള്ള നല്ല ആശംസകൾ നേരുക. അതിന്റെ യോഗത്തിന്റെ ആയിക്കൊള്ളട്ടെ അല്ല ഒരു സാഹചര്യത്തിന്റെ പ്രസക്തി എന്ന് പറയുക. അങ്ങനെ കാര്യക്ഷമമായ രീതിയിൽ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ പറയാൻ അധിക സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലളിതമായിട്ട് പ്രധാനപ്പെട്ട കാര്യം മാത്രം ഒന്ന് പറഞ്ഞു പോവുക. ഇപ്പൊ ഏതെങ്കിലും ഉദാഹരണമായിട്ട് മതബോധനത്തിൻ്റെതായ ഒരു വാർഷികയോഗം നടക്കുകയാണെങ്കിൽ മതബോധനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു 3 മിനിറ്റ് പറഞ്ഞിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ അതിന്റെ വെല്ലുവിളികളെയും അതിന്റെ ഉള്ളടക്കത്തെയൊക്കെ പൊതുവായിട്ട് പറയാൻ വേണ്ടി 1-2 മിനിറ്റ് എടുത്ത് അങ്ങനെ 5 മിനിറ്റ് അധികം പറയേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രസക്തിയാണ് പ്രധാനപ്പെട്ടത്. അത് 3 മിനിറ്റ് പറയുക. അതിൽ കാമ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കാം ആശംസ പ്രസംഗം, ഒരു മതബോധനത്തിന്റെ ആശംസ പ്രസംഗത്തിന് നല്ലത്. ഇനി ഞാൻ ചില അവസരങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത് പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പം വിവാഹത്തിന് സാധാരണഗതിയിൽ പള്ളിയിലുള്ള വിവാഹ പ്രസംഗങ്ങൾ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അച്ഛന്മാർ സാറിന് വിവാഹത്തിന് പ്രസംഗം ഒന്നും പറയാറില്ല. പക്ഷെ ഞാനത് കൂദാശയുടെ ഭാഗമായതുകൊണ്ട് പറയാറുണ്ട്. എന്നിട്ട് അതുകൊണ്ട് അച്ഛന്മാരോട് പറയുന്നത് ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മിക്കവാറൊക്കെ ഇപ്പം നടക്കുന്നത് ഹാളുകളിലുള്ള ടോസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഹാളിലേക്ക് വരുന്നു. ഹാളിലേക്ക് വരുമ്പോൾ കേക്ക് മുറിക്കുന്നതിനും വൈൻ കുടിക്കുന്നതിനും മുമ്പായിട്ട് ഒരു ടോസ്റ്റ് പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തും. അത് മിക്കവാറൊക്കെ നമ്മളിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും ചൊല്ലുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പൊ ടോസ്റ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിവാഹത്തിന് ഈ ദമ്പതിമാർക്ക് ആശംസകൾ പറയുക, സന്തോഷത്തിൻ്റെതായ അവസരം ക്രിയേറ്റ് ചെയ്യുക. ഒരു സന്തോഷത്തിന്റെ മൂഡാണല്ലോ, ജോയ്ഫുൾ ഒക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു ഒക്കേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഒരു വ്യക്തിപരമായ ബന്ധം മിക്കവാറും ടോസ്റ്റ് പറയാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് കപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പൊ അവരുടെ ബന്ധം എന്ന് പറയുക, അവരെ ബഹുമാനിക്കുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുക, നല്ലൊരു ജീവിതത്തിന് ആശംസ നേരുക. അങ്ങനെ ആ ടോസ്റ്റും അധികം 5 മിനിറ്റ് കൂടുതൽ പോകുന്നതല്ല. 5 മിനിറ്റിനുള്ളിൽ ഈ ടോസ്റ്റ് പറയുന്നത് നന്നായിരിക്കാം. എന്നിട്ട് പറഞ്ഞ് ചുരുക്കിയതിന് ശേഷം കേക്ക് മുറിക്കുവാനും അതുപോലെ തന്നെ ഈ വീഞ്ഞ് കുടിക്കുവാനും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ, അത് എല്ലായിടത്തും ഇല്ല. ഇപ്പൊ സിറ്റികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അതൊക്കെ ഒരു പണക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ഇടവേളകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ പിന്നെ ഹാളുകളിലും നമ്മുടെ വിവാഹത്തിന് ശേഷം ഇങ്ങനെയുള്ള ചെറിയ ആശംസ യോഗ നടന്ന് നന്നായിരിക്കും ആൾക്കാർക്ക് പറയാനും ആശംസ കൊടുക്കാനും. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ കല്യാണം കഴിയുമ്പോൾ കണ്ടിരിക്കുന്നത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ കുറെ സമയം പോകുന്നു, പള്ളിക്കകത്ത് നിന്ന് പിന്നെ വീണ്ടും അവര് വസ്ത്രം മാറാൻ വേണ്ടി പോകുന്നു. മിക്കവാറും ഈ ദമ്പതികളെ കാണാൻ വേണ്ടി കഴിയുന്നില്ല, അവർ പിന്നെയാണ് വരുന്നത്. അപ്പൊ മിക്കവാറും ആ സമയം കൊണ്ട് അങ്ങ് പോകാറുണ്ട്. പക്ഷെ അത് നേരെ വന്ന് നമുക്ക് ആ യോഗം കൂടെ നല്ലവണ്ണം നടത്താൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു അന്തരീക്ഷമായിരിക്കും, നല്ലൊരു ആംബിയർ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് സിറ്റികളിലും ധനവാന്മാരുടെ കല്യാണത്തിന് കണ്ടിട്ടുണ്ട്, പാവപ്പെട്ടവരുടെ കല്യാണത്തിനൊന്നും കാണുന്നില്ല. അപ്പൊ അത് ഒരു നമ്മുടെ ഇടവുകളിലൊക്കെ തന്നെ നമ്മൾ പല ഇടവുകളിലൊക്കെ ഈ കല്യാണ നടത്തുന്ന പാർട്ടികൾ നടത്താറുണ്ട്. അപ്പൊ ആ ഒരു അവസരത്തിൽ ഇതൊക്കെ ചെയ്ത് അല്പം കൂടെ ഒരു പ്രാർത്ഥനയോടുകൂടി അത് നടത്തുക. ഒരു പ്രാർത്ഥന ആരംഭിച്ചിട്ട് ഒരു ടോസ്റ്റ് ആരെയും കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ ഒരു രീതി, ഒരു ക്രമം നടന്നു നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് അല്പം കൂടെ പിന്നെ മോഡിയായ രീതിയിൽ ചെയ്യുമ്പോൾ നന്നായിരിക്കും.
ചില സ്ഥലങ്ങളിലൊക്കെ ഡാൻസും പരിപാടിയൊക്കെ നടത്താറുണ്ട്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ആ ഒരു എല്ലാവരും ഒരുമിച്ചിരുന്ന് അഭിനന്ദനം പറയുന്നതും ആശംസ പറയുന്നതും നല്ലൊരു കാര്യമാണ്. അത് വിവാഹത്തിന് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആരാണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന ഒരു പ്രസംഗമാണ് ജൂബിലി പ്രസംഗം എന്ന് പറയുന്നത്. ജൂബിലി പ്രസംഗം പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ജൂബിലിയാണ് നമുക്കുള്ളത്. വൈദികരുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ജൂബിലി, സന്യാസിനി സിസ്റ്റേഴ്സിന്റെ അവരുടെ സന്യാസ വ്രതത്തിന്റെ ജൂബിലി, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച കല്യാണത്തിന്റെ ജൂബിലി. ഇത് 3 ജൂബിലികളുമാണ് സാധാരണഗതിയിൽ നമ്മുടെ സമൂഹങ്ങളിലും ദേവാലയങ്ങളിലൊക്കെ ആഘോഷിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളുടെ ജൂബിലിക്ക് പലപ്പോഴും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കള് 25 വർഷമാകുമ്പോൾ യോഗം സംഘടിപ്പിച്ച് അവരെ അഭിനന്ദിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ 4-5 പേരെയൊക്കെ വിളിച്ച് പ്രസംഗിക്കുകയും ആശംസ അർപ്പിക്കുകയും പോകും. അവർക്ക് വളരെ സന്തോഷമാവും. എന്റെ മാതാപിതാക്കൾ 60 വയസ്സായ 60 വർഷം വിവാഹ വാർഷികം ഞാൻ വളരെ വളരെ വിപുലമായിട്ട് നടത്തിയിട്ടുണ്ടായി. ഭയങ്കര സന്തോഷമായിട്ട് അവർക്കുണ്ടായി. അപ്പൊ അത് നമ്മുടെ ഭവനങ്ങൾ തന്നെ 25 വർഷം 50 വർഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികമാണെങ്കിൽ ആ ഒരു വിവാഹ വാർഷികം നല്ലോണം നടത്തുന്നതായിരിക്കും. ഒരു കുർബാനയൊക്കെ അർപ്പിച്ച് അതിനുശേഷം നിങ്ങൾ ഹാളിലെ കുറച്ചേരെ വിളിച്ചിരുത്തി പിന്നെ അവരെ പ്രധാന പീഠങ്ങളിൽ ഇരുത്തിയിട്ട് ഒരു ആശംസ ഒരു യോഗം, ഒരു അനുമോദന യോഗം നടക്കുന്ന നന്നായിരിക്കും. ആ അനുമോദന യോഗത്തിൽ സ്വാഭാവികമായിട്ടും സ്നേഹവും ബഹുമാനം അർപ്പിക്കുക. ഇവിടെയൊക്കെ ഈ ജർമ്മനിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അത് വളരെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നല്ലോണം നടത്താറുണ്ട്. അവിടെ ചില എഴുതിയിട്ട് അവരെ ബഹുമാനിപ്പിച്ച് കവിതകളൊക്കെ വായിക്കാറുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കാൻ. അത് അല്പസമയം എടുത്ത് തന്നെയാണ് ആഹാരം അവസാനം കൊടുക്കുന്നത്. അവർ ഈ ഒരു ഒരു മണിക്കൂറോളം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കെടുത്ത ഒരു അരമണിക്കൂറിലധികമായിട്ട് അവരിങ്ങനെ ആശംസകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി പാടുകയും ഒക്കെ ചെയ്യുന്ന അവർ നല്ലൊരു സമ്മേളനമായിട്ട് കാണുകയുണ്ട്. അപ്പൊ ആ രീതിയിൽ മാതാപിതാക്കൾ എന്നും ഓർത്തിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിലും ഈ മാതാപിതാക്കളുടെ ജൂബിലി ആഘോഷിക്കുന്ന നല്ലതായി തോന്നിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് സന്തോഷത്തിന്റെ ഒരു അവസരമായിരിക്കും. അവരുടെ മനസ്സിൽ എപ്പോഴും മറയാതെ നിൽക്കുന്ന അനുഭവത്തിന്റെ ഓർമ്മയായിരിക്കും. അവരുടെ ജീവിത വഴികളെ ആവർത്തിച്ച് പറയുക, അവരുടെ സന്തോഷങ്ങളെ ആവർത്തിച്ച് പറയുക, അവർക്കുണ്ടായ സന്തോഷവും ദുഃഖമൊക്കെ സന്തോഷത്തിന്റെ അവസരങ്ങളൊന്ന് പറഞ്ഞ് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നന്ദി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരമായിട്ട് മാറുക. ഉള്ളടക്കം എന്ന് പറയുന്നത് അവരെ അഭിനന്ദിക്കുക. ജൂബിലി പ്രസംഗമാണെങ്കിൽ ഓർക്കേണ്ട കാര്യം ഇതാണ്. ആദ്യം ഒരു അഭിനന്ദനം പറയണം. രണ്ടാമത് പങ്കെടുത്തിരിക്കുന്ന അതിഥികൾക്ക് ആദരിച്ച് അവരെ ബഹുമാനിക്കണം. അവരെ പേരെടുത്ത് പറഞ്ഞ് അവരെ ആദരിക്കുക. അവരുടെ മാതൃകാപരമായ ജീവിതത്തെ ഒന്ന് പരാമർശിക്കുക, അഭിനന്ദനങ്ങൾ സമർപ്പിക്കുക, അവരുടെ കുടുംബജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക, ആ കുടുംബജീവിതത്തിലൂടെ ബന്ധങ്ങളുണ്ടായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. ഒരുപാട് അനുകരണീയമായ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ, അതൊക്കെ ഒന്ന് പറയുക. പിന്നെ മക്കൾ എത്ര പേരുണ്ട്, അവരുടെ അവസ്ഥകളും പിന്നെ അവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. വ്യക്തിപരമായി ആ കുടുംബവുമായിട്ടുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ പറയാൻ പറ്റും. അവരിൽ കണ്ട നന്മകൾ പറയാൻ കഴിയും. പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് സമാപിപ്പിക്കാം. അങ്ങനെ ഒരു കൃത്യമായ അടുക്ക് ചുറ്റോടുകൂടി നമുക്ക് ഈ ജൂബിലി പ്രസംഗം നടത്താൻ പറ്റും. പിന്നെ വൈദികനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ വൈദികന്റെ ജൂബിലി എടുത്തു പറയുക. എത്ര വർഷമായിട്ട് അദ്ദേഹം പൗരോഹിത്യ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തിലുള്ള എല്ലാ ആശംസകളും നേരുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. ആദ്യം അഭിനന്ദനങ്ങൾ നേരുക, പിന്നെ ആശംസകൾ നേരുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിലുണ്ടായ നന്മകള്, അദ്ദേഹം ചെയ്ത സേവനങ്ങള് ചുരുങ്ങിയ വാക്കുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആശംസകൾ സമർപ്പിക്കാം. അപ്പൊ അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാണ്ട് അനുകരണീയമായ ചില കാര്യങ്ങൾ അത് മറ്റവർക്ക് മാതൃകയാവും. 50 വർഷം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ നല്ലത് 25 വർഷം. പിന്നെ കാരണം 50 വർഷം എത്ര പേര് ആരോഗ്യം ഉണ്ടായിരിക്കും എന്ന് അറിയില്ല. അപ്പൊ 50 വർഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഘോഷിക്കണം. 60 വർഷം ഉണ്ടെങ്കിൽ അതിലും ഉപരിയായിട്ട് ആഘോഷിക്കണം. ഇത്രയും 3 കാര്യങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അപ്പം 25-ാം വർഷവും 50-ാം വർഷവും ഇപ്പം മിക്കവാറൊക്കെ ഞങ്ങള് 50 എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ 40-ലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പൗരോഹിത്യത്തിന്റെ 40-ാം വാർഷികം ഇപ്പൊ പലയിടത്തൊക്കെ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. കാരണം 50 വർഷം ജീവിക്കുന്ന ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും 40 വർഷം പൗരോഹിത്യ ജീവിതം ജീവിക്കുന്ന വൈദികർക്ക് നന്ദി പറയാം, ആശംസകൾ അർപ്പിക്കുക. അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്, ഇപ്പൊ സിസ്റ്റേഴ്സിനും വൈദികർക്കും ജൂബിലി ആഘോഷം സാധാരണഗതിയിലുണ്ട്. മിക്കവാറും കൽമാരെ അതിനെ വിളിക്കാറുണ്ട് പ്രസംഗം പറയാൻ വേണ്ടി. അപ്പൊ അതിന് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പറയാം, ആശംസകൾ പറയാം. ആശംസകൾ പറഞ്ഞ് ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കുക, അവരുടെ ഗുണഗണങ്ങൾ എടുത്ത് പറയുക, അവർക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായ അനുഭവങ്ങളും ബന്ധങ്ങളും പറയുക, അവർക്ക് മാതൃകയായിട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുക, ആശംസകൾ നേരുക. നല്ല ജീവിതം ഭാവിയിൽ ഇപ്പൊ 25 വർഷമാണെങ്കിൽ 50 വർഷത്തിലേക്ക് ഉള്ള ആശംസ കൊടുക്കുക. 50 വർഷമാണെങ്കിൽ 60-ാം വർഷത്തിലേക്ക് ആശംസ കൊടുക്കുക. അല്ലെങ്കിൽ 100 വർഷങ്ങൾ ഇനി ഉണ്ടായിട്ടെന്നൊക്കെ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും. ആ ഒരു സന്തോഷത്തിൽ കാരണം ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ് ഇങ്ങനെയുള്ളത്. ആ നാഴികക്കല്ലുകളെ നമ്മൾ
ഉയർത്തി പിടിച്ചുകൊണ്ട് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. ജീവിതത്തിൽ ആ ഒരു സന്തോഷം എന്താണ് ഒരിക്കലും മായാത്ത അനുഭവമാണ്. അത് നമ്മൾ കുടുംബങ്ങളിലായിരുന്നാലും ഇടവക സമൂഹത്തിലായിരുന്നാലും ഒക്കെ പരിപോഷിപ്പിക്കണം, വളർത്തിയെടുക്കണം. ആ ആഘോഷങ്ങൾ നല്ലത് തന്നെയാണ്. ഇനി അടുത്തത് ചരമ പ്രസംഗമാണ്. ചരമ പ്രസംഗത്തിന് പ്രധാനമായിട്ടും ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. മരിച്ച വ്യക്തിക്ക് നൽകുന്നത് ആദരാഞ്ജലിയും അവരുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും നൽകുന്ന വാക്ക് അനുശോചനം. ഈ രണ്ട് വാക്കും പ്രത്യേകം ഓർത്തിരിക്കണം. ഈ അടുത്തായിട്ട് ഞാൻ പ്രസംഗം കേട്ടേക്കാണ്ടായി ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ആദരാഞ്ജലി പറയുന്നതായിട്ട് അത് നല്ലതല്ല, അത് അറിഞ്ഞൂടാതെ പറയുന്നതാണ്. അപ്പൊ ഈ വാക്കുകൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മള് മരണപ്രസംഗം നടത്താൻ വേണ്ടി പോകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പള്ളിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറെ ഉണ്ടാകില്ലെങ്കിലും നിങ്ങൾ ചില സമയത്ത് ഇങ്ങനെ ഒരു പക്ഷേ അനുശോചന പ്രസംഗം പറയാൻ വേണ്ടി വിളിച്ചൊന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇടവകയിൽ ഇത്ര വർഷം സേവനം ചെയ്ത് മരിച്ചുപോയ വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു യോഗത്തിൽ സംബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ വ്യക്തിയെ ആദ്യം മരിച്ച ആളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. ആ വ്യക്തിക്ക് നൽകേണ്ടത് ആദരാഞ്ജലികളാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ ഒരു ഭർത്താവ് ഭാര്യയുമാണെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും, ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അനുശോചനം അറിയിക്കുക, തിരിച്ചാണെങ്കിൽ ആ വ്യക്തി പങ്കാളിക്ക് കൊടുക്കുക. അപ്പൊ മക്കളാണെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം അനുശോചനം. അപ്പൊ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നൽകുന്നതാണ് അനുശോചനം. ദുഃഖത്തിൽ ഞങ്ങളുമായി ഒന്നുചേരുന്നതാണ്. ആദരാഞ്ജലി എന്ന് പറഞ്ഞാൽ മരണത്തിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് താതാത്മ്യപ്പെടുന്നതാണ്. അതാണ് രണ്ട് വാക്കുകളുടെ പ്രത്യേകത. അത് നമ്മൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് ആദരാഞ്ജലിയും അനുശോചനം ഓർത്തിരിക്കണം. എന്നിട്ട് ആ വ്യക്തിയുടെ നന്മകൾ പറയുക. മരിച്ച കഴിഞ്ഞവരെ തിന്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ നന്മകൾ തന്നെ എടുത്തെടുത്ത് പറയുക. കുറച്ച് നിങ്ങൾ കാണുമല്ലോ ചില നന്മകളൊക്കെ, ആ നന്മകൾ എടുത്ത് സൂചിപ്പിക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉദ്ബോധനം ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് നീങ്ങുന്ന മനോഹരമായ ഒരു ചരമ പ്രസംഗം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രസംഗത്തിന് ആവശ്യമുണ്ട്. അപ്പൊ ആരാണ് മരിച്ചതെന്നുള്ള കാര്യം അറിയണം, അയാളുടെ നന്മകൾ അറിയണം, അയാൾക്കുറിച്ച് മനസ്സിലാക്കണം. അത് മരണം ഒരു നഷ്ടമായിട്ട് തന്നെ കാണണം. ആ രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത്. പ്രായമായി കഴിഞ്ഞാലും അത് മറക്കരുത്, പറഞ്ഞ് അങ്ങനെ തന്നെ പറയണം. വ്യക്തിപരമായിരിക്കണം, ആളുകളുമായിട്ടുള്ള ഗുണഗണങ്ങൾ എടുത്തു പറയുന്നതായിരിക്കണം, സ്വാധീനം ചെലുത്തുന്ന രീതിയിലുള്ള പ്രസംഗമായിരിക്കണം. 5 മിനിറ്റ് ഒക്കെ മതി, 3 മുതൽ 5 മിനിറ്റ് മതി ചരമ പ്രസംഗത്തിന്. ഇനി അവിടെ പോയി തമാശകളൊന്നും പറയാൻ വേണ്ടി ഒരു പക്ഷെ ആ വ്യക്തിയിൽ തമാശ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക. എന്നിട്ട് തന്നെയും മരണ പ്രസംഗത്തിൽ, ചരമ പ്രസംഗത്തിൽ അങ്ങനെയുള്ള തമാശകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ജീവചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും പറയണമെന്നില്ല. പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ലളിതമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറയുക. അപ്പൊ അത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ചരമ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. ഇനി നമുക്ക് സാധാരണഗതിയിൽ വരുന്നത് കുട്ടികളോടുള്ള പ്രസംഗം, യുവതി യുവാക്കളുടെ പ്രസംഗവും മാതാപിതാക്കളുടെ പ്രസംഗമാണ്. മൂന്നാണ്. നമ്മൾ കുട്ടികളോട് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, കാരണം കുട്ടികൾക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ കുട്ടികളെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും ആ യോഗത്തെ സജീവമാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുട്ടികളോട് പ്രസംഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളോട് ചുമ്മാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നവർക്കൊന്നും ഗ്രഹിക്കത്തില്ല, അവരുടെ ശ്രദ്ധ മാറിപ്പോകും. അപ്പൊ അതൊരു ശ്രദ്ധ മാറാത്ത രീതിയിൽ കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുട്ടികളോട് പ്രസംഗിക്കുകയാണെങ്കിൽ. പിന്നെ യുവതി യുവാക്കളോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട്, ഭാവനയിൽ ഇമാജിനേഷനിലേക്ക് നയിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗം പറയാൻ വേണ്ടി പരിശ്രമിക്കുക. മാതാപിതാക്കളോടാണെങ്കിൽ കൂടുതൽ ഗൗരവമായിട്ട് കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ഈ പ്രസംഗങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടേതായ സാഹചര്യങ്ങൾ, വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക, ഒരുങ്ങിപ്പോവുക. കുട്ടികളോട് പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒരുക്കമില്ലാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഒക്കെ പതറിപ്പോകാറുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകാറുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പലതരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വിവരണാത്മക പ്രസംഗം, ഡെമോൺസ്ട്രേറ്റ് പ്രദർശനാത്മക പ്രസംഗം, വാദപ്രതിവാദ പ്രസംഗം, പിന്നെ തൽക്ഷണ പ്രസംഗം. ഇതൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ട്. പിന്നെ മോട്ടിവേഷണൽ സ്പീച്ച്, ആൾക്കാരെ പ്രബോധിപ്പിക്കുന്ന സ്പീച്ച്. അല്ലെങ്കിൽ അതൊക്കെ പോകുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയാൻ സാധ്യതയുള്ളത് മാത്രം പറയാം. നമുക്ക് പ്രസംഗത്തിന്റെ മത്സരത്തിന് പോകുമ്പോഴുള്ളത് നമ്മൾ സാധാരണ തൽക്ഷണ പ്രസംഗമാണ്. അതിനാണ് എക്സ്റ്റംപൊറേ സ്പീച്ച് എന്ന് പറയും. തൽക്ഷണ പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് 5 മിനിറ്റ് മുമ്പ് വിഷയം തരികയും ആ വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പ്രസംഗിക്കുന്ന ആളുകളെ മാത്രം ഇങ്ങനെ മാറ്റിയിരുത്തിക്കൊണ്ട് അവർക്ക് പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് 5 മിനിറ്റ് മുമ്പായിട്ട് വിഷയം കൊടുക്കുകയും ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഈ വിധി വക്താക്കളുടെ വരുന്നവർ ശ്രദ്ധിക്കുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. എന്തെല്ലാം ആശയങ്ങളാണ് അത് ഈ പ്രസംഗകൻ പറയുന്നത്, അതെങ്ങനെ അവതരിപ്പിക്കുന്നു, അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു പ്രസംഗ കലാരൂപത്തിലാണോ അവതരിപ്പിക്കുന്നത്, ചുമ്മാ കാര്യം പറഞ്ഞു പോകുന്ന രൂപത്തിലാണോ എന്നതിനെ കുറിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഒരു നല്ല പ്രസംഗ ശൈലി ഉണ്ടാകണം,
ഒപ്പം ആശയ ഗാംഭീര്യം ഉണ്ടാകണം. ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആരോഹണ അവരോഹണ ക്രമം, ആശയം അവതരിപ്പിക്കുന്ന കാര്യം. അപ്പൊ ഈ 3 കാര്യങ്ങളും വളരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ദർശന പ്രസംഗത്തിൽ ശ്രദ്ധിക്കുക. ആശയത്തിന്റെ ഗാംഭീര്യം, അതുപോലെ തന്നെ അവതരണത്തിന്റെ പ്രത്യേക ശൈലി, പ്രസംഗത്തിന്റെ ശൈലി എന്ന് പറയുമ്പോഴും തുടക്കവും അതിന്റെ കണ്ടന്റും അതിന്റെ കൺക്ലൂഷനും ഒക്കെ അടങ്ങുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല 3 കാര്യങ്ങളുള്ളതെന്ന്. ആ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതാണ് തൽക്ഷണ പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ കാട് കയറി എന്ന് പറയേണ്ട 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പ്രധാനപ്പെട്ട വിഷയം മാത്രം പറഞ്ഞ് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ തൽക്ഷണ പ്രസംഗത്തിന് അപ്പോഴൊരുക്കം സാധ്യമാകുകയില്ല. അപ്പോഴും ടെൻഷൻ കൂടി ചിലപ്പം ഉള്ളതുപോലെ പറയാൻ പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് എപ്പോൾ തൽക്ഷണ പ്രസംഗം ഉണ്ടാകുന്നു ആ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ചില വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങി പോകുക. അതിലുള്ള വിഷയങ്ങൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം നമ്മൾ ആനുകാലികമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഒരു ക്ലബ്ബാണെങ്കിൽ ക്ലബ്ബിൽ നടക്കാൻ പോകുന്ന ഐക്യത്തിന്റെയും മൂല്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം. ഓണമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഓണത്തിന്റെ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ക്രിസ്മസിന്റെ സന്ദേശമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ പ്രസംഗത്തിന് വരുന്ന സാധ്യതയുള്ള കുറെ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ഒരുക്കം ഉണ്ടായിരിക്കണം. ആ വിഷയത്തെ വെച്ചുകൊണ്ടായിരിക്കും അവർ സൂക്ഷ്മമായിട്ടൊരു വിഷയം തരുന്നത്. ആ വിഷയത്തെ നമ്മൾ കാര്യക്ഷമമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വിഷയം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, അത് ആശയത്തിന്റെ ഗാംഭീര്യം എന്താണ്, അത് എങ്ങനെയാണത് ക്രോഡീകരിച്ച് ക്രിയാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അത് സമ്മാനം കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിളിക്കുന്നത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിൽ മാത്രമേ പോകാവൂ. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങളും നുറുങ്ങുകളും ആശയങ്ങളും വായിച്ച് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കിയിട്ട് മാത്രം മോട്ടിവേഷനിലേക്ക് പോവുക. അല്ലെങ്കിൽ അത് മോട്ടിവേഷനേക്കാൾ ഉപരി ഡീമോട്ടിവേഷനിലേക്ക് ആകുന്നതായിട്ട് കാണും. അതുകൊണ്ട് ആ രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി ഈ ക്ലാസ്സും പ്രസംഗവും തമ്മിൽ ചില വ്യത്യാസം കൂടെ പറയാം. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രസംഗം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ചില ആളുകൾ ഇങ്ങനെ ഈ പ്രസംഗം ഇങ്ങനെ ആളുകളുടെ ഇടങ്ങേക്ക് പോയി എന്ന് പറയാറുണ്ട്. അത് പ്രസംഗം, അത് ക്ലാസ് ആണ്. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ആയിട്ട് തന്നെ കാണും. അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ പഠിതാക്കൾ ഉണ്ടാകും, പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാകും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നതാണ് ക്ലാസ്. ഒരു വിഷയം നമുക്കുണ്ട്, ആ വിഷയത്തെ അപഗ്രഥിച്ച് പല തലങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അല്പം കൂടെ സൂക്ഷ്മമാണ്, അതല്പം കൂടെ ഗഹനമാണ്, അതല്പം കൂടെ ഗൗരവമായ കാര്യമാണ്. അധ്യാപകൻ അതിനെക്കുറിച്ച് വിവരം ഉണ്ടാകും, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും, അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. അപ്പൊ അതുകൊണ്ട് അത് ക്ലാസ് എന്ന് പറയുമ്പോൾ അല്പം കൂടെ ഒരു അന്തരീക്ഷം വ്യത്യസ്തമാണ്. പക്ഷെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുന്നു, ആ വിഷയത്തിന്റെ ഒരു സ്ഥൂലമായ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പൊതുവായ അപഗ്രഥനം നടത്തി പല തലങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രസംഗത്തിലാകുമ്പോൾ ഒരു വിഷയത്തിന്റെ ഒരു തലം മാത്രം, നമുക്ക് പ്രസക്തമായ ഒരു വിഷയത്തിന്റെ ഒരു തലം മാത്രമേ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സൂക്ഷ്മമായ വശം മാത്രം നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. അതാണ് വ്യത്യാസം. ക്ലാസ് എന്ന് പറയുമ്പോൾ അല്പം കൂടെ വിശദീകരിച്ച് നമ്മൾ വിശാലമായ രീതിയിൽ ആ ഒരു വിഷയത്തെ കാണുകയാണ്. വിശാലമായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ആ വിശാലമായിട്ട് പറയാൻ വേണ്ടി ഉള്ള പഠനവും അതിന്റെ സാഹചര്യങ്ങളും ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രസംഗം എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണ്. 5, 7, 10 മിനിറ്റോ ആണ്. ഇപ്പം മാർപ്പാപ്പ പറയുന്നത് പള്ളി പ്രസംഗം 8 മിനിറ്റിൽ കൂടാൻ പാടില്ലെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസംഗം സാധാരണ ഞാൻ പറഞ്ഞ 3 മുതൽ 5 വരെ, 5 വരെ 7 വരെ, 7 വരെ 10 വരെ, 10 മിനിറ്റ് കൂടാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ പ്രസംഗത്തെ ക്രമപ്പെടുത്തണം. അപ്പൊ പ്രസംഗം അത്രേ പാടുള്ളൂ. പക്ഷെ ക്ലാസ് ആകുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് 45 മിനിറ്റ് ആണ് സാധാരണ ഒരു ക്ലാസ്സിന്റെ സമയം. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് സമയം എടുക്കാം. അപ്പൊ അത്രയും സമയം നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്ററായിട്ട് നമ്മൾ പോകണം ക്ലാസ്സിലാകുമ്പോൾ. അതുപോലെ തന്നെ ക്ലാസ് ആകുമ്പോൾ ഇടപെടലുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. ആളുകളെ അങ്ങോട്ട് ചോദിക്കാം, ഇങ്ങോട്ട് ചോദിക്കാം, അങ്ങനെ ഒരു പരസ്പരം ഇടപെടലിന് ഇന്ററാക്ഷൻസ് ഒത്തിരിയധികം സാധ്യതയുള്ളതാണ് ക്ലാസ്. പ്രസംഗത്തിന് അത്രയും ഇന്ററാക്ഷൻ കൊടുക്കുന്നത് നല്ലതല്ല. കാരണം പ്രസംഗത്തിന് ഇടയ്ക്കുന്ന അഥവാ ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ പൊതുവായിട്ട് ചോദിച്ചു പോകാം, പക്ഷെ അതിൽ കേന്ദ്രീകരിക്കാൻ പാടില്ല. അതേസമയം ക്ലാസ്സിൽ അങ്ങനെയല്ല. ചോദ്യങ്ങളിലൂടെ നമുക്ക് ഉത്തരം കിടന്നത്. കാരണം ഈ നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ക്ലാസ് എടുക്കുന്നത് ഒരു മിഡ്വൈഫിന്റെ ജോലി എന്നാണ്. മിഡ്വൈഫ് എന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കുന്ന ശ്രുതകർമ്മിണി എന്ന് പറയുന്ന സ്ത്രീ, മിഡ്വൈഫ്. ശ്രുതകർമ്മിണി എന്നാണ് മലയാളത്തിൽ. അപ്പൊ ഈ മിഡ്വൈഫിന്റെ ജോലിയാണ് ക്ലാസിന്റെ ജോലി എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ആളെ പ്രസവിപ്പിക്കുവാൻ സഹായിക്കുന്ന ജോലിയാണ് ഈ പ്രസവം. നമുക്ക് ആശയം നമ്മളിൽ തന്നെ ഉണ്ട്, നമ്മളിൽ തന്നെ ഉള്ള ആശയത്തെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്നതാണ് മിഡ്വൈഫിന്റെ ജോലി. അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അവരിൽ തന്നെയുള്ള ആശയങ്ങളെ ചിന്തിപ്പിച്ച് ഉറപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രസംഗം അങ്ങനെയല്ല, നമ്മൾ ഒരാശയം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ രണ്ടും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ചോദ്യങ്ങൾ ആദ്യമായിട്ട് ചോദിച്ച് പ്രസംഗം അലങ്കോലമാക്കാതെ ഇടയ്ക്ക് ഒന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് രസവഹമായ രീതിയിൽ സജീവമാക്കി പോകാം പ്രസംഗത്തിന്. പക്ഷേ ക്ലാസ്സിൽ അങ്ങനെയല്ല. ആദ്യന്തം നമുക്ക് ചോദ്യരൂപ ഇന്ററാക്ഷൻ സിസ്റ്റം പോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി മീഡിയംസ് ഉപയോഗിക്കാം. നമുക്ക് പവർ പോയിന്റ് ഉപയോഗിക്കാം, നമുക്ക് വീഡിയോസ് ഉപയോഗിക്കാം, നമുക്ക് സ്ലൈഡ്സോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില ഡിസ്കഷന് വേണ്ടി ചില മാറ്റർ കൊടുക്കാം, ചില റോൾ പ്ലേ നടത്താം. ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രസംഗത്തിൽ അങ്ങനെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പ്രസംഗത്തിൽ ഒരുപക്ഷെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് പ്രസംഗിക്കാം, പക്ഷെ അത് വേദിയിൽ എപ്പോഴും സ്വീകാര്യമാകണം നിർബന്ധമില്ല. നമ്മുടെ വാക്കുകളാണ് ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ആളുകളുടെ ഭാവനയെ ഉണർത്തുന്നത്. അത് രണ്ടാണ്. അപ്പൊ ആ രീതിയിൽ ക്ലാസ്സുകളെ കാണണം. ഇനി കേൾവിക്കാർക്ക് ഇമ്പമുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതേസമയം ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്കാണ് പ്രാധാന്യം, കേൾക്കുന്നവർക്കാണ് പ്രാധാന്യം. ഒന്ന് അധ്യാപക കേന്ദ്രമാണെങ്കിൽ രണ്ട് പ്രസംഗ കേന്ദ്രമാണ്. രണ്ടാണ്. അതുപോലെ തന്നെ പ്രസംഗങ്ങൾ കൂടുതൽ നേരിട്ട് ആളുകളിൽ എത്തുന്നതാണ്. മറ്റതാണെങ്കിൽ സമയമെടുത്ത് വിശകലനം ചെയ്ത് എല്ലാം ഒരുമിച്ച് സ്വീകരിക്കാൻ വരണമെന്നില്ല. അത് സമയമെടുക്കും. അങ്ങനെയാണ് നമ്മൾ പ്രസംഗത്തെയും ക്ലാസ്സിനെയും കാണുന്നത്. ഇതാണ് പ്രസംഗവും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ സമയമായി പറഞ്ഞ് ചില കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ പലതരത്തിലുള്ള പ്രസംഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ പ്രസംഗങ്ങളുടെ ഓരോന്നിനും അതിൻ്റെതായ നന്മയും തിന്മയും രീതികളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും പൊതുവായിട്ട് സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിച്ച രീതികളൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ശൈലി രൂപീകരിക്കണം. ഇപ്പൊ ഞാനിങ്ങനെ സ്വാഗത പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു, അധ്യക്ഷ പ്രസംഗം ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാകണം. സ്റ്റൈൽ ഈസ് ദ മാൻ എന്നാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ശൈലി എൻ്റെതായിട്ടുണ്ടാകണം. അതിലാണ് നമ്മൾ മേന്മ ഉണ്ടാകണം. അപ്പൊ നമ്മൾ എപ്പോഴും ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ ഒരു ശൈലി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ തന്നെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുതകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള രീതി. അപ്പൊ ചില സമയത്ത് പറയും സ്വാഗതം പറ, മറ്റു സമയത്ത് പറയും അധ്യക്ഷ പ്രസംഗം പറയും, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യും, വേറെ ചില സമയത്ത് പറയും ആശംസ പറ. എപ്പോഴും നമ്മൾ എല്ലാത്തിനും തയ്യാറായിരിക്കണം. അങ്ങനെയാണ് നല്ലൊരു പ്രസംഗം ചെയ്യേണ്ടത്. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിൽ എന്തൊരു ഒക്കേഷൻ കിട്ടിയാലും നിങ്ങൾ നോ പറയണം. എവിടെ അവസരം കിട്ടിയാലും, എപ്പോഴും അവസരം കിട്ടിയായിരുന്നാലും, ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ യോഗങ്ങളായ ചെറിയ ഓഡിയൻസ് ആണ്, സാരമല്ല, അപ്പോഴും തന്നെ അത് പ്രസംഗിച്ച് പറയും. അപ്പൊ എവിടെയൊക്കെ നമ്മൾ അവസരം കിട്ടുന്നുവോ ഏത് അവസരമായിരുന്നാലും ഏത് തരത്തിലുള്ള പ്രസംഗത്തിനായാലും നമ്മൾ തയ്യാറാകണം. അങ്ങനെ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ദൈവം ഉപയോഗിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രസംഗങ്ങൾ മനസ്സിലാക്കുക, രീതികൾ മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുക, ശൈലികൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ തന്നെ ഒരു ശൈലിയിലേക്ക് വന്നു വീഴുക. അങ്ങനെ നമ്മുടെ ശൈലിയിലേക്ക് വന്നു വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ഒരു പ്രസംഗകയോ ആകാൻ പറ്റും. അതിന് സഹായിക്കുന്ന രീതിയിൽ ഒരുക്കങ്ങൾ നടക്കട്ടെ. ഞാൻ നമ്മുടെ അടുത്ത ഇതിലെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഇനിയുള്ള നമുക്ക് മെയ് മാസമാണ്. ഇപ്പം ഇന്ന് ഏപ്രിൽ മാസത്തിന്റെ അവസാനമാണ്. മെയ് മാസം 1-ാം തീയതിയുള്ള ക്ലാസ് നമുക്ക് ഭാഷയെ സംബന്ധിച്ചുള്ളതാണ്. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നത്. അതിനുശേഷം ആരംഭവും കണ്ടന്റ് എങ്ങനെ വിശദീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങളാണ്. നമ്മുടെ അവസാനത്തെ ക്ലാസ് 29-ാമത്തെ തീയതിയാണ്. അപ്പൊ 29-ാം തീയതി ഒരു മത്സരത്തിന് വേണ്ടിയുള്ള അവസാന ദിവസം 29-ാം തീയതി നമ്മളൊരു മത്സരത്തിന് ഉള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ പ്രത്യേക വിഷയം ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടൊരു മത്സരം ഉണ്ടായിരിക്കും. ആ മത്സരത്തിന്റെയും സമാപന ഡിഗ്രിയുടെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ജൂൺ മാസം 13-നാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പൊ ഈ മത്സരത്തിന്റെ വിഷയം ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയാണ്. ഏറ്റവും നല്ല പ്രസംഗത്തിന് നമ്മൾ സമ്മാനം കൊടുക്കും. ആ സമ്മാനത്തിന് ബിഷപ്പ് ആരെങ്കിലും ഉണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചിന്തയാണുള്ളത്. അപ്പൊ ആ ഒരു വിഷയത്തിന് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ വിഷയം ഇതാണ്, മത്സരത്തിലുള്ള വിഷയം ഇതാണ്. ഈ വിഷയം നിങ്ങൾ ഒരുങ്ങുക. പക്ഷെ ഇപ്പൊ പ്രസംഗം ഇടണ്ട. പ്രസംഗം 29-ാം തീയതി ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അപ്പൊ 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഒരുങ്ങാൻ സമയമുണ്ട്. മത്സരം ആയതുകൊണ്ടാണ് പറയുന്നത്. മത്സര വിഷയം ഇതാണ്: സമാധാന ദൂതനായ ലയോ 14-ാം പാപ്പ. സമാധാന ദൂതനായ ലയോ 14-ാമൻ പാപ്പ. അപ്പൊ ഇപ്പൊ നമുക്കറിയാലോ, ട്രംപിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ യുദ്ധത്തിനെതിരായിട്ട് ശക്തമായിട്ട് അദ്ദേഹം സമാധാനം ബാധിച്ചു. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു നീണ്ട യാത്ര ചെയ്ത് അവിടെയൊക്കെ സമാധാനത്തിനുണ്ട് ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സമാധാനത്തിന്റെ ശബ്ദമാണ് നിലകൊള്ളുന്നത് പാപ്പയാണ്. അപ്പൊ പാപ്പയെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക, അതിന് തയ്യാറാക്കി ഒരുങ്ങി അവതരിപ്പിക്കേണ്ടത് 29-ാം തീയതിയാണ്. അപ്പൊ അതിന് സമയമുണ്ട്, 1 മാസത്തോളം സമയത്ത് നിങ്ങൾ പ്രസംഗം ഒരുങ്ങുക. അതാണ് മത്സരം, ഈ വർഷം ഈ സെഷന്റെ മത്സരം. ഇനി അടുത്ത ഈ ആഴ്ചത്തെ വിഷയം ഇതാണ്. 2 പ്രസംഗങ്ങളുടെ സാധ്യതയാണ് എൻ്റെ മുന്നിലുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഇടവകയിൽ ഇപ്പം 10-ന്റെയോ +2-ന്റെയോ റിസൾട്ട് വന്നെന്ന് വിചാരിക്കും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക്
അതിൽ പാസ്സായ ഒരു വ്യക്തിക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഒരു ആശംസ പ്രസംഗം തയ്യാറാക്കി. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എന്റെ ഇടവകയിൽ ജോൺ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, അവൻ 1ാം ക്ലാസ്സോടുകൂടി അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ +2 പാസ്സായിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അനുമോദന സമ്മേളനം നടക്കുകയാണ്, യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ നിങ്ങളടുത്ത് പറയാണ് ഒരു ആശംസാ പ്രസംഗം പറയാം. അപ്പൊ 10ഓ +2ഓ പാസ്സായ ഒരു വ്യക്തിക്കുള്ള അനുമോദന യോഗത്തില് ആശംസാ പ്രസംഗം. അപ്പൊ അനുമോദിച്ചുകൊണ്ട്, ആ കുട്ടി അനുമോദിച്ചുകൊണ്ട് പ്രസംഗം തരാം. അത് ഒന്ന്. അല്ലെങ്കിൽ 25ാം വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഇടവക വികാരിക്കോ ഇടവകയിൽ ഒരു സിസ്റ്ററിനോ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. ഇപ്പൊ 2 വിഷയം, നിങ്ങൾ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി, 2 എടുത്താലും തിരക്കേടില്ല. ഒന്നുകിൽ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലോ +2 ജയിച്ചതിനുള്ള ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കും. അതല്ലെങ്കിൽ ജൂബിലിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രസംഗം. ഇനി മാതാപിതാക്കൾക്ക് ആയതുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജൂബിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഒന്നിലെ മാതാപിതാക്കളുടെ ജൂബിലി, അല്ലെങ്കിൽ വൈദികന്റെ ജൂബിലി, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ ജൂബിലി, ആരുടെ ജൂബിലി ആയിക്കോട്ടെ. ഈ ജൂബിലിക്ക് ഒരു സമ്മേളനം നടക്കുന്നു വിചാരിക്കുക നിങ്ങളുടെ ഇടവകയിൽ. ആ സമ്മേളനത്തിൽ നിങ്ങളടുത്ത് പറയണ ഒരു ആശംസ പറയാൻ വേണ്ടി നിങ്ങൾ പറയും. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും വിവാഹത്തിൻ്റെതായ വാർഷികത്തിൻ്റെത് കാര്യങ്ങൾ ഉൾക്കൊള്ളുക, മറ്റേതാകുമ്പം വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഉൾക്കൊള്ളുക. ഇപ്പൊ 2 ആശംസാ പ്രസംഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ആ ആശംസാ പ്രസംഗങ്ങൾ ഒരുങ്ങുക, ഈ ആഴ്ച തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുന്നതിന് കഴിയും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു അച്ഛാ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ സംശയങ്ങളുള്ളവര്. എല്ലാം ക്ലിയർ ആയത്. അച്ഛാ ഒരു സംശയമല്ല അച്ഛാ, ഒരു ഒബ്സർവേഷൻ. അച്ഛൻ ഈ ക്ലാസ്സുകളിലൂടെ ഏകദേശം ഒരു 15ഓളം വിഭാഗത്തിൽപ്പെട്ട പ്രസംഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും അച്ഛൻ ഒന്ന് ഊന്നി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എപ്പോഴെല്ലാം അവസരം കിട്ടുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ള ഒരു ആശയം അച്ഛൻ പറഞ്ഞു. അതൊരു നല്ലൊരു ഇതാണ്. മുമ്പ് അച്ഛൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക്, ഒരു കവിള് വാക്ക് പറയുവാനായി നിങ്ങൾ തയ്യാറായി, എപ്പോഴും തയ്യാറായി നിൽക്കണം എന്നുള്ള ഒരു കവിള് വാക്ക്. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞത് വളരെ മനോഹരം. അവസരം കിട്ടിയാൽ കാച്ചിയേക്കുക എന്നുള്ളത്. താങ്ക് യു അച്ഛാ, നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. വേറെ ആരെങ്കിലും? സംശയങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. മീറ്റിംഗിൽ ആർക്കാണ് ആദ്യം സ്വാഗതം പറയേണ്ടതെന്നുള്ളത്. അധ്യക്ഷനാണോ, ഉദ്ഘാടകനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ബിഷപ്പാണ് ഉദ്ഘാടകൻ, അധ്യക്ഷൻ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു BCCയുടെ ആണ്, BCCയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ മീറ്റിംഗ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ സംശയം ചോദിച്ചപ്പോൾ പലർക്കും പല സംശയങ്ങൾ വന്നിരുന്നു. അതിന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞാണല്ലോ. കാരണം ഈ നമ്മൾ അമിതമായിട്ടുള്ള സ്ഥാനം ബിഷപ്പിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രത കൊണ്ടാണ് പറയുന്നത്. നമുക്ക് യോഗത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറികടന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അമിതമായ ഇഷ്ടം ബിഷപ്പിനോട് പറയുന്നതിൽ ആരും കുഴപ്പം പറയത്തില്ല. പക്ഷെ ഒരു യോഗത്തിന്റെ ക്രമം അങ്ങനെ എപ്പോഴും യോഗത്തിന് അധ്യക്ഷനാണ് ഒന്നാമത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെയിറ്റ് ഉള്ള ആളെ അധ്യക്ഷനാക്കിയാലും മതി. ഒരു മീറ്റിങ്ങിന് പ്രധാനമായിട്ട് അങ്ങനെ വെയിറ്റ് ഉള്ള ആളെ അധ്യക്ഷനാക്കിയാലും തിരക്കേടില്ല. അപ്പൊ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാം. എന്നിരുന്നാലും അധ്യക്ഷനാണ്, 2ാമത് ഉദ്ഘാടനം, 3ാമത് അനുഭവം, അങ്ങനെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ് അച്ഛാ. ഞാൻ 2 ദിവസം മുമ്പ് ഇത് എനിക്ക് തന്ന ഒരു ആക്ടിവിറ്റി തന്നതിന് ശേഷം 2ാമത്തെ ദിവസം ഞാൻ പള്ളി കഴിഞ്ഞ് ഒരിക്കലും ഇല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയപ്പം ജോയി ആൽക്കാസിന്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്നത് കൊല്ലം രൂപതയിലെ ബിഷപ്പ് പോൾ ആന്റണി മെത്രാൻ പ്രസംഗിക്കുന്നതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വന്നു, ആർക്കാണ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ വഴിയിൽ നിന്ന് പ്രസംഗം കുറെ കേട്ടുമായിരുന്നു. അപ്പം ഞാൻ കേട്ട ഭാഗം ബിഷപ്പ് രാമായണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അപ്പൊ ആ സമയം ബിഷപ്പിനെ അല്ലായിരുന്നു ആദ്യം അഡ്രസ് ചെയ്തത്. അതിന്റെ
ബിഷപ്പിനെ അല്ലായിരുന്നു ആദ്യം അഡ്രസ് ചെയ്യുന്നത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. അത് പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. ശരി ശരി, താങ്ക് യു താങ്ക് യു. അത് രണ്ട് സംശയം ചോദിച്ചോട്ടെ. അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലുണ്ട്. അച്ഛൻ പറഞ്ഞു പ്രസംഗം നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ബാക്കി നമ്മളെ ദൈവം സഹായിച്ചോളും എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനപ്പുറം നമ്മൾ വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും അത് ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ അത് നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ വാക്കുകൾ വരികയും അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉപരി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം ദൈവവിചാരത്തോട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നില്ല, ഒരു പ്രയാസം വരുന്നില്ല. ഉള്ളില് ആ ഒരു വിശ്വാസത്തോട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനും ഭീതിയും ഒന്നും വരാത്ത ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വർഗീസിന് എന്താ ചോദ്യം? വർഗീസ്. രണ്ട് സംശയം ചോദിച്ചാ, ഒന്ന് ഈ MC-യുടെ ഫുൾ ഫോം എന്താണ്, പിന്നെ മറ്റൊന്ന് ഈ റിപ്പോർട്ട് മിനിറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? MC മാസ്റ്റർ ഓഫ് സെറമണീസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷില് ഫുൾ ഫോം. പക്ഷെ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് MC എന്ന്? ഇനി കുർബാനയുടെ മധ്യത്തിലാണെങ്കിൽ മെയിൻ സെലബ്രന്റ് എന്നാണ്. MC എന്ന് ചിലപ്പോൾ നിങ്ങൾ കുർബാനയുടെ ഇടയ്ക്ക് കാണാം, അത് പച്ചമാരുടെ ഇടയിൽ അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ മെയിൻ സെലബ്രന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ല ഒരു യോഗത്തിലാണെങ്കിൽ മാസ്റ്റർ ഓഫ് സെറമണീസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് രീതിയിലാണ്. പള്ളികളിലൊക്കെ സാധാരണഗതിയിൽ അച്ഛന്മാരുടെ ഇടയിൽ നിങ്ങൾ നോട്ടീസ് കാണും MC എന്ന് പറഞ്ഞാൽ ആ MC-യുടെ പ്രധാനപ്പെട്ട കുർബാനയ്ക്ക് പ്രധാനപ്പെട്ട കാർമ്മികനായിരിക്കുന്ന മുഖ്യ കാർമ്മികനായിരിക്കുന്ന ആൾ MC, മെയിൻ സെലബ്രന്റ്. പക്ഷെ യോഗത്തിന് അങ്ങനെ MC എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം മാസ്റ്റർ ഓഫ് സെറമണീസ് എന്ന്. രണ്ട് വ്യത്യസ്തമായ കോൺടെസ്റ്റുകളാണ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു യോഗത്തിന് ഒരു സെക്രട്ടറി ഉണ്ടാവുമല്ലോ. യോഗം നടക്കുമ്പോൾ എല്ലാ ആളുകളും പറയുന്ന കാര്യങ്ങൾ അതുപോലെ നോട്ട് ചെയ്തെടുക്കുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം റിപ്പോർട്ട് എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ ഒരു സംഗ്രഹമാണ്. അപ്പൊ ഈ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ആശയങ്ങൾ ആൾക്കാർ പറയുന്നു, ആശയങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും തീരുമാനത്തിലേക്ക് പോകും. അപ്പൊ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും അതിന്റെ ക്രമങ്ങളും മാത്രം പറയുമ്പോഴാണ് അതിന് റിപ്പോർട്ടാകും. അപ്പൊ യോഗത്തിന് റിപ്പോർട്ട് എന്നാണെന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു യോഗം അടുത്ത യോഗം നടക്കുന്ന സമയത്ത് മിനിറ്റ്സ് വായിക്കേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് വായിച്ചാൽ മതി. റിപ്പോർട്ട് വായിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം തീരുമാനങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ്. അതേസമയം എന്തെങ്കിലും സംശയം ആരെങ്കിലും ഉന്നയിക്കുകയോ എന്തെങ്കിലും പ്രശ്നം പറയാൻ മിനിറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക, അതാണ് മിനിറ്റുള്ളതായ. അപ്പൊ മിനിറ്റ്സ് കറക്റ്റായിട്ട് എഴുതി പോകുന്നത് എല്ലാ യോഗത്തിനും ആവശ്യമാണ്. കാരണം എന്ത് നടന്ന ഇംഗ്ലീഷിൽ ക്രോണിക്കിൾസ് എന്നാ പറയുന്നത്. അപ്പൊ എന്താണോ നടക്കുന്നത്, അപ്പൊ ആ നടന്ന കാര്യങ്ങൾ ഒരു കൃത്യമായിട്ട് എഴുതുന്നതാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പൊതുവായ സമ്മറിയാണ്, അതിന്റെ ഒരു പൊതു ക്രോഡീകരണമാണ്. അങ്ങനെ രണ്ടാണ്. ഓക്കെ, താങ്ക് യു ഫാദർ. അച്ഛാ, അതെ, ഞങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഭാരവാഹികളിൽ ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് അത് ഒരു പൊതുയോഗം നടക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് നമ്മൾ അവരോട് പറഞ്ഞാലും അവർ വീണ്ടും അത് ആവർത്തിക്കാറുണ്ട്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അച്ഛാ? നമുക്ക് ആദ്യമേ തന്നെ പറയേണ്ടത് ഒരു പൊതുയോഗം അവിടെ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് അവസരം കൊടുക്കണം. നമ്മൾ എല്ലാം കൂടെ ആദ്യം നമ്മൾ യോഗത്തിന്റെ ക്രമം അവതരിപ്പിക്കണം. എന്താണ് യോഗത്തിന്റെ ക്രമം? നിങ്ങൾക്ക് പറയാൻ അവസരം ഉണ്ടാകും, പക്ഷെ അവസരം ഉണ്ടാകുന്നത് ചർച്ചയുടെ സമയത്തായിരിക്കും നേരത്തെ പറയും. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകും. ഇനി അങ്ങനെ ഈ അനൗപചാരികമായ യോഗമാണെങ്കിൽ എപ്പോഴും നമുക്ക് പറയാം. പക്ഷെ ഔപചാരികമായ യോഗമാണെങ്കിൽ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിനുവേണ്ടി അവർക്ക് ആദ്യമേ തന്നെ ഇന്നതാണ് അതിന്റെ ക്രമം. നമുക്ക് ഓരോ പ്രസംഗത്തിനിടയ്ക്ക് അവസരം ഉണ്ടാകത്തില്ല. അതേസമയം ചർച്ച എന്ന് പറഞ്ഞുള്ളൊരു അജണ്ട നമ്മൾ വയ്ക്കുക. ആ അജണ്ടയിൽ പറയാൻ വേണ്ടി എല്ലാവർക്കും അവസരം. അപ്പൊ എല്ലാവർക്കും അവസരം ഉണ്ട് എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് അവസരം ഞങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നൽ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള അവസരമുണ്ട്, നിങ്ങൾ എല്ലാവരും കേൾക്കപ്പെടും എന്നുള്ള രീതിയിൽ അജണ്ടയിൽ തന്നെ അത് വയ്ക്കുക. ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ, അഭിപ്രായങ്ങൾ പ്രകടനം എന്നുള്ള അവസരം വയ്ക്കുക. അപ്പം അത് പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത അജണ്ടയായിട്ട് വെച്ചിട്ട് അവിടെ കോൾ ഫോർത്ത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുക, ചോദിക്കാനുള്ളത് ചോദിക്കുക, അങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ യോഗം സ്മൂത്തായിട്ട് പോകും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഓരോരുത്തർ പറയുമ്പോൾ ആ യോഗ നടപടി അലങ്കോലപ്പെടുന്നതിന് കാരണമാകും. ഒരാൾ ഒന്ന് പറയും, വേറെ ആൾ വേറെ ഒന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആ ഒരു യോഗത്തിന്റെ കൃത്യതയും ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് അത് നേരത്തെ ഒന്ന് പറയുക, സൂചിപ്പിക്കുക. അതിനുള്ള അവസരം പിന്നീട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.
പ്രൈസ് ദ ലോർഡ് അച്ഛാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പേടി കൂടാതെ ഇങ്ങനെ പറയാൻ പറ്റുന്നു. അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ ഈ അവധിക്കാലത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് കാട് കയറി ഒരുപാടങ്ങ് വരുവാണ്, പോയിന്റ്സ് ബൈ പോയിന്റ്സ് ഒരുപാടങ്ങ് വരുവാണ്. പിന്നെ എനിക്ക് 4-5 പ്രാവശ്യം ഫാദർ പറഞ്ഞ കണക്ക് ഞാൻ എഴുതി തയ്യാറാക്കി വെട്ടേണ്ടതെല്ലാം വെട്ടി, അങ്ങനെ ആ ഓർഡർ അച്ഛൻ പറഞ്ഞ ആ പോയിന്റ്സ് വെച്ച് പ്രസംഗം ഒന്നും കൂടെ ഓർഡർ ചെയ്തപ്പം കുറച്ചുകൂടെ അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റി, സമയബന്ധിതമായിട്ട് ആക്കാൻ പറ്റി. അപ്പം ആ സിസ്റ്റർ പറഞ്ഞ ശരിയാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുമ്പം, ആത്മാർത്ഥമായിട്ട് അത് വരുമ്പോൾ അത് റിയൽ ആയിരിക്കും, സിൻസിയർ ആയിരിക്കും, അത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ അത് ഒരുപാട് പോയിന്റ്സ് അങ്ങ് വരും, ഒരുപാട് കാട് കയറി അങ്ങ് ചിന്തിക്കും. ഫാദർ പറഞ്ഞ് അതാത് നിർദ്ദേശങ്ങൾ ആ പോയിന്റ്സ് വെച്ച് പറയുമ്പോൾ അത് ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു, നമുക്ക് നല്ല പ്രയോജനപ്രദമായിട്ട് കണ്ട്. താങ്ക് യു ഫാദർ. ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച ഞാൻ പോപ്പ് ഫ്രാൻസിസിന്റെ വാർഷികത്തിൽ നെയ്യാറ്റിങ്കര സ്റ്റഡി സർക്കിളിന്റെ മീറ്റിങ്ങിന് ഭാരത ഭവനിൽ പോയായിരുന്നു. അപ്പോൾ കൊച്ചുപിതാവായിരുന്നു അധ്യക്ഷനായിരുന്നത്, ഉദ്ഘാടകൻ ബിനോയ് വിശ്വമായിരുന്നു, പിന്നെ പാള ഇമാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഉദ്ഘാടനം തന്നെ 1/4 മണിക്കൂർ എടുത്തു. അത് പോട്ടെ, അതിന് ഓരോ പ്രസംഗത്തിന് ശേഷം അവരോരോ പ്രോഗ്രാം അവതരിപ്പിച്ചു വിശുദ്ധ വ്യക്തികളാക്കി. ഓരോന്ന് പാള ഇമാം നിസ്കരിക്കാൻ പോകേണ്ട സമയത്ത് അസ്വസ്ഥനാഥൊക്കെ കണ്ടായിരുന്നു. അപ്പൊ 5 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം 8 മണി. ഓരോ പ്രോഗ്രാം, ഓരോ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ഓരോന്ന് അവതരിപ്പിച്ചത് ശരിയാണോ ഒരു സംശയം. അഭിപ്രായം അതൊരു സംഘാടകനെന്നേ പറയാം, സംഘാടനത്വത്തിലുണ്ടായ ഒരു പിഴവാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്ന് സാധാരണ സ്റ്റാൻഡേർഡ് യോഗങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോ ഒരു പക്ഷെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന യോഗങ്ങളായിരിക്കാം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലരൊക്കെ ബോധപൂർവ്വം എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനും പരിപാടികൾ നടത്തിപ്പിക്കാനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു പക്വമാർന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യോഗമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇനി പരിപാടികൾ നടത്താൻ വേണ്ടി അവസാനം വേണ്ടി സമയം വയ്ക്കാം. ഒരു യോഗത്തിന്റെ സമാപനം, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രോഗ്രാം നടത്താനുള്ള അവസരം കൊടുക്കും. അപ്പൊ താല്പര്യമുള്ള ഇരിക്കും. പക്ഷെ ഈ ഒരു യോഗത്തിന്റെ കൃത്യതയും ഭംഗിയും ക്രമമായിട്ട് നടക്കാൻ കഴിയണമെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നടത്താം. ഇപ്പൊ ഇമാമായിരുന്നാൽ അയാൾക്ക് പറയാനുള്ള 10 മിനിറ്റ് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവർക്കും പറയേണ്ടത് പറഞ്ഞുള്ള അവസരം കൊടുത്തതിന് ശേഷം അവസാനം ഈ പറഞ്ഞ രീതിയിൽ അത് ക്രമീകരിച്ചിരുന്നെങ്കിൽ അല്പം നന്നായിരിക്കുമായിരുന്നു. എനിക്കറിയില്ല എന്റെ കോൺടെസ്റ്റ് എന്താണ്, ആരാ ചെയ്തത്. അവര് പക്ഷേ ചില ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പലതൊക്കെ ചെയ്യും. അതൊക്കെ ഈ സംഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ അക്കോമഡേഷൻ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അക്കോമഡേഷൻ പ്രോബ്ലം എന്ന് പറയും. എല്ലാവരും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിച്ചു കൊടുക്കും. അതിനുവേണ്ടി അവർ പറയുന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതൊരു പക്ഷേ അവര് അങ്ങനെയുള്ള ആൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ട്, ഓക്കെ അയാൾ ചെയ്യും. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൺട്രോൾ പോകും. അപ്പൊ നമ്മൾ യോഗം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. ആ ബോധത്തിനനുസരിച്ച് കൃത്യമായിട്ട് അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ തോന്നുന്നത് അത് യഥാർത്ഥ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു യോഗമായിരിക്കത്തില്ല. അങ്ങനെ സ്റ്റാൻഡേർഡുള്ള യോഗങ്ങൾ എടുത്ത് അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ അത് രാഷ്ട്രീയക്കാരുടേതായിരുന്നാൽ ഇന്റർനാഷണൽ യോഗങ്ങളായിക്കോട്ടെ, എന്തെല്ലാം യോഗങ്ങൾ നടക്കുന്ന ലോകം മുഴുവൻ. അപ്പൊ ആ യോഗങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും കൃത്യതയുണ്ട്. ഇവൻ രാഷ്ട്രപതിയും മറ്റേ ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാംസ് പോലും രാഷ്ട്രപതി വരുമ്പോൾ ഇത്ര മിനിറ്റേ ഉള്ളൂ എന്നുള്ളത് നിശ്ചയമാണ്. 5 മിനിറ്റ് കൂടെ പ്രസംഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 10 മിനിറ്റ്. അപ്പൊ ഓരോരുത്തർക്ക് 3 മിനിറ്റ് അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുകയും അതിനനുസരിച്ച് അത് കൂടുതൽ ആരും പറയുകയും ചെയ്തില്ല. നിങ്ങൾ ഏത് ഇന്റർനാഷണൽ ആയിട്ടുള്ളതോ നാഷണൽ ആയിട്ടുള്ളതോ ഗവൺമെന്റ് ഒഫീഷ്യൽ പ്രോഗ്രസ് ഒക്കെ എടുത്ത് നോക്കിയോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന അക്കോമഡേഷൻസ് ആണ്, അത് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല. ഗുഡ് ഈവനിങ്. അത് നമ്മുടെ ലയോപാപ്പയെ കുറിച്ചിട്ടുള്ള പ്രസംഗം പറഞ്ഞില്ലേ? അതെ അതെ. അത് എത്ര മിനിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? 5 മിനിറ്റ്. 5 മിനിറ്റ്. നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പ്രസംഗങ്ങളും 5 മിനിറ്റ് തന്നെയാണ് അല്ലേ? അതെ. ഈ നമ്മളെ സാധാരണയുള്ള വിഷയങ്ങൾ മിനിമം 3, മാക്സിമം 5. പക്ഷെ മത്സരത്തിനുള്ളത് 5 മിനിറ്റ്. അത് ഇപ്പൊ വേണ്ട, 29 കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ ടൈം അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 5 മിനിറ്റ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ 5 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ MC, you can conclude. വിവിധ തരം പ്രസംഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച്
അങ്ങ് നൽകിയ വിലപ്പെട്ട അറിവുകൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ വെളിച്ചമാകട്ടെ. നന്ദി ഫാദർ, അങ്ങയുടെ പ്രചോദനപരവും വിജ്ഞാനദായകവുമായ ചിന്തകൾക്കായി. ഇന്നിന്റെ ആശയങ്ങൾ നാളെയുടെ വിജയമാണ്. ഇന്നത്തെ പങ്കുവച്ച അറിവുകളുടെ ഉപസംഹാരത്തിനായി ശ്രീ സെബാസ്റ്റ്യൻ എം അവറുകളെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, മറ്റു KRLCBCയുടെ സംഘാടകരെ, ഇന്നത്തെ വിവിധതരം പ്രസംഗങ്ങളെ കുറിച്ച് ഗ്രിഗറി അച്ഛൻ വളരെ നന്നായി നമ്മളെ ബോധ്യപ്പെടുത്തി, അത് വിശദീകരിച്ച് ക്ലാസ് തന്നു. പ്രധാന വിഷയങ്ങളെ പറ്റി 15 തരം പ്രസംഗങ്ങളുടെ രീതി, അതായത് ഒരു പ്രസംഗത്തിന്റെ MC-യുടെ പ്രാധാന്യം, മാസ്റ്റർ ഓഫ് സെറിമണിയുടെ പ്രാധാന്യം, മാസ്റ്റർ ഓഫ് സെറിമണി അതിനെക്കുറിച്ച് യോഗത്തെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. യോഗാന്തരീക്ഷം സൃഷ്ടിക്കുന്നയാൾ, അയാൾക്ക് വിഷയത്തെക്കുറിച്ച് അറിയണം, സമയത്തെക്കുറിച്ചുള്ള ധാരണ വേണം, സദസ്യരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കാം സാധിക്കണം, ആശയങ്ങളെ ക്രോഡീകരിച്ച് പറയണമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തന്നു. പിന്നെ സ്വാഗത പ്രസംഗത്തിൽ വേദി സജ്ജമാക്കുന്ന കാര്യങ്ങൾ, പിന്നെ സ്വാഗത പ്രസംഗം അരോചകമാകരുതെന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. ലളിതമായിരിക്കണം, വിശിഷ്ട അംഗങ്ങളെ കുറിച്ചുള്ള ധാരണ വേണം, വ്യക്തികളെ കുറിച്ച് ബോധ്യമുള്ള ആളായിരിക്കണം. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ലക്ഷ്യം എന്താണെന്ന് സ്വാഗത പ്രസംഗത്തിന് അറിയണം. പ്രത്യേകിച്ച് ഒരു നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കണം. പിന്നെയുള്ളത് അധ്യക്ഷ പ്രസംഗത്തെ കുറിച്ചാണ്. അധ്യക്ഷന്റെ പ്രസംഗം വളരെ സന്തുലിതമാകണം, യോഗത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം വേണം, കാര്യപ്രസക്തമായ രീതിയിൽ അവതരിപ്പിക്കണം. പിന്നെ ഉദ്ഘാടന പ്രസംഗം എങ്ങനെയായിരിക്കണമെന്ന് അച്ഛൻ വളരെ വിശദമായി പറഞ്ഞു. ഉദ്ഘാടക പ്രസംഗകൻ ഒരു വിഭാഗത്തെ പിന്തുണച്ചോ മറ്റൊരു വിഭാഗത്തെ പിന്തള്ളിയോ പറയരുത്, ഗൗരവബോധത്തോടെ സംസാരിക്കണം. പിന്നെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ള വാക്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ള പ്രത്യേകം പറഞ്ഞു. ഐക്യം പ്രോത്സാഹിപ്പിക്കണം, സംഘാടകരെ അഭിസംബോധന ചെയ്ത് തുടങ്ങണം, വേദിയുള്ളമായുള്ള ബന്ധം പറയണം, മൂല്യങ്ങൾ, ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഊന്നൽ നൽകുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബെനഡിക്ടറി സ്പീച്ച്, അതിനെക്കുറിച്ച് പറയണം. അത് ഉദ്ഘാടനം കഴിഞ്ഞാണ് നല്ലത് എന്നാണ് പ്രത്യേകം സൂചിപ്പിച്ചു. പിന്നെയുള്ളത് ആശംസാ പ്രസംഗങ്ങളാണ്. ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വിവാഹ സന്ദർഭം, ജൂബിലി പ്രസംഗമാണെങ്കിൽ അങ്ങനെ, അത് വൈദികരുടെയോ സന്യസ്തരുടെയോ ആണെങ്കിൽ ആ രീതിയിലുള്ള ആശംസാ പ്രസംഗം, അത് വൈദികർ, സന്യസ്തർ, വ്യക്തികളെ കുറിച്ച്, അങ്ങനെ 3 തരം ജൂബിലി പ്രസംഗങ്ങളാണുള്ളത്. പിന്നെ ചരമ പ്രസംഗത്തെ കുറിച്ച്, മരിച്ച വ്യക്തികൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം, ആദരാഞ്ജലികൾ അർപ്പിക്കണം, ആ വ്യക്തിയുടെ ബന്ധുക്കളെ അനുശോചനം അറിയിച്ച് സംസാരിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. പിന്നെ ഉള്ള പ്രസംഗം, കുട്ടികൾക്കുള്ള പ്രസംഗം, യുവതാക്കളുടെ പ്രസംഗം, യുവാക്കളുടെ ആയിട്ടുള്ള പ്രസംഗം, മാതാപിതാക്കൾക്കായിട്ടുള്ള പ്രസംഗം, പിന്നെ തൽക്ഷണ പ്രസംഗം, മോട്ടിവേഷൻ പ്രസംഗങ്ങൾ. ഇങ്ങനെയുള്ള ക്ലാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. തൽക്ഷണ പ്രസംഗം നമ്മൾക്ക് ആ തരുന്ന സമയത്തേക്കുള്ള ആ 5 മിനിറ്റിന് മാത്രം മുമ്പ് തരുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്. മോട്ടിവേഷൻ പ്രസംഗങ്ങൾ
ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗം. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അപഗ്രഥിച്ച് കാര്യങ്ങൾ പറയാൻ നമ്മൾ ശീലിക്കണം. വിശാലമായി പറയണം, പക്ഷേ പ്രസംഗം സമയബന്ധിതമായിരിക്കണം. ക്ലാസ്സിൽ ഇടപെടലുകൾ ഉണ്ടാകണം, പക്ഷേ പ്രസംഗത്തിൽ അതില്ല. പിന്നെ ക്ലാസ്സും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അച്ഛൻ വളരെ വിശാലമായി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് അച്ഛന് വളരെയധികം നന്ദി. ഈ പ്രസംഗം ഇത്തരം 15 തരം അല്ലെങ്കിൽ ഒരുപാട് തരങ്ങളിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഓരോ പ്രസംഗത്തിന്റെയും ശൈലികളും നമ്മൾ സ്വീകരിക്കേണ്ട രീതികളും അച്ഛൻ വളരെ വിശദമായി പറഞ്ഞു തന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ KRL CBCയുടെ പ്രസംഗ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ അംഗങ്ങളും നല്ല പ്രാസംഗികരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി സർ, അർത്ഥപൂർണമായ അങ്ങയുടെ സമാപന വാക്കുകൾക്കായി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ നന്ദിയുടേതാണ്. കഴിഞ്ഞ വിജ്ഞാനപ്രദമായ നിമിഷത്തിനും ഏവരുടെയും സാന്നിധ്യത്തിനും നന്ദി പ്രകാശിപ്പിക്കാൻ ശ്രീമതി ലൂസി ജോസഫ് അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, KRL CBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാനായ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവേ, KRL CBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സെക്രട്ടറിയായ അഭിലാഷ് ഗ്രിഗറി അച്ഛ, ഏറ്റവും പ്രധാനമായി നമ്മളെ ക്ലാസ് നയിക്കുന്ന ഗ്രിഗറി അച്ഛ, ഇന്നത്തെ അച്ഛൻ്റെ മനോഹരമായ ഒരു ക്ലാസ്സാണ് ഈ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാലങ്ങളായി പ്രസംഗങ്ങൾ പലത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കേറെ വിശദമായിട്ടൊരു ക്ലാസ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. വളരെ മനോഹരമായിട്ടും ഒരു എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലും ഓരോ തലത്തിൽ നിന്നും വിവിധ പ്രസംഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു തന്ന ഗ്രിഗറി അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും വരും ക്ലാസ്സുകളിലൊക്കെ അച്ഛൻ്റെ വിശദമായ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രസംഗം പഠിച്ച് ഓരോരുത്തരും ഈ കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രസംഗ പരിശീലന പരിപാടിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗം പറയാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ പെരിയ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് KRL CBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. KRL CBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സെക്രട്ടറിയായ അഭിലാഷ് ഗ്രിഗറി അച്ഛനും ഇത്തരമൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പ്രസംഗം എന്ന കലയിലേക്ക് നയിച്ച് അതൊരു നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും ഇവിടെ നേതൃത്വ നിരയിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിനും വേണ്ടുന്ന ക്ലാസുകൾ നൽകുന്ന ഗ്രിഗറി അച്ഛനും
ത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈ KRLCBC പ്രസംഗ പരിശീലന പരിപാടിയുടെ ഭാഗമായി ഇത്തരം അവസരം സൃഷ്ടിച്ച ഇതിന്റെ സംഘാടകരായ ജൂലിയൻ സാറ്, ജെയ്സൺ സാറ് തുടങ്ങി മറ്റെല്ലാവരും, ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ MC നടത്തിയ നീതു ലക്ഷ്മണൻ, ഈശ്വര പ്രാർത്ഥന നടത്തിയ രജ പോൾ, സ്വാഗതം പറഞ്ഞ ജസ്റ്റിൻ MA സർ, കൺക്ലൂഡിംഗ് സ്പീച്ച് നടത്തിയ മിസ്റ്റർ സെബാസ്റ്റ്യൻ തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനേക്കാൾ ഉപരി ഇത്തരമൊരു പ്രോഗ്രാമിന് ഏകദേശം ഒരു 560 എന്നാണ് എൻ്റെ അറിവ്. ഈ 560 പേരിൽ വളരെ കുറഞ്ഞ ഒരു സംഖ്യയെങ്കിലും ഈ ഓൺലൈൻ മീറ്റിങ്ങിന്, ഇത്രയും ബുദ്ധിമുട്ടി നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിങ്ങിന് പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതിന് തന്നെ എല്ലാവർക്കും, എത്തിച്ചേർന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദിയുടെ വാക്കുകൾ അറിയിച്ചു ജോസഫ് അവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ്. സമാപന പ്രാർത്ഥനയ്ക്കായി ശ്രീമതി ഉഷ തോമസിലെ സവിനിയും ക്ഷണിക്കുന്നു. പ്രിയരെ, കേൾക്കാൻ പറ്റുന്നുണ്ട്? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നെറ്റ് കിട്ടാത്തതിനാൽ വീടിന് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവത്തെയും ഉള്ളംകൈയിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവമേ, ഈ ഒരു നല്ല ദിവസത്തിൽ, ഈ നല്ല സമയത്ത് ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. പല പല ദേശത്ത്, പല പല കുടുംബങ്ങളിൽ, പല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായ ഞങ്ങളെ KRLCBCയുടെ ഈ മഹാപ്രയത്നത്തിൽ ഒന്നിച്ചു കൂട്ടിയതിന് കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിനു പിന്നിൽ വലിയൊരു ദൗത്യമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദൗത്യം 100 മേനി ഫലം ചെയ്യുവാൻ ഞങ്ങളിൽ കൃപ ചൊരിയണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയവയെല്ലാം ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, മറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ കത്തുന്ന തീയായി മാറ്റണമേ. ഞങ്ങളുടെ സ്റ്റേജിൽ കയറാനുള്ള ഭയം, മൈക്കിനോടുള്ള ഭയം, വിറയൽ, ആശയദാരിദ്ര്യം ഇവയൊക്കെ വരുമ്പോൾ നാഥ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനം ഞങ്ങളെ ശക്തരാക്കട്ടെ. കാരുണ്യവാനായി കർത്താവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഒരു സൈന്യമായി അണിനിർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾക്ക് ശക്തി പകരണമേ. ഞങ്ങളുടെ യുവതലമുറയോട് സംസാരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സത്യത്തെ ബോൾഡായും സ്നേഹത്തെ കൂളായും മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോനാഥ, ഞങ്ങളെ ഒരു നല്ല പ്രാസംഗികരാക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു ടീം ഞങ്ങളോടൊപ്പമുണ്ട്. ഏറെ പ്രത്യേകിച്ചും ഗൃഹറിയച്ചൻ, ജൂലിയസ് സാർ, ജെയ്സൺ സാർ, കോർഡിനേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു നാഥ. പരിശുദ്ധാത്മാവിന്റെ കടാക്ഷങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ, നയിക്കണമേ. ഇനി ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെ യേശുനാഥ, നിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. ആമേൻ. പ്രാർത്ഥനയിൽ നമ്മെ നയിച്ച ശ്രീമതി ഉഷ തോമസ്
ഇതോടെ ഓക്കെ. ഇന്നത്തെ പ്രോഗ്രാം ഔദ്യോഗികമായി സമാപിക്കുന്നു. ഏവരുടെയും പങ്കാളിത്തത്തിനും സഹകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഇന്ന് പഠിച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആശംസകൾ. നന്ദി. നമസ്കാരം. ഓക്കെ. കർത്താവ് നിങ്ങളോടുകൂടെ സർവ്വശ്രേഷ്ഠനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു. Thank you. Thank you, Father. Thank you, Father.